ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ് ടെക്സസിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവാൻ പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം അനേക രാജ്യങ്ങളിൽ കർത്താവിൻ്റെ നാമവുമായി കടന്നു പോകുവാൻ ആ കർത്താവിൻ്റെ ദാസനെ ദൈവം ഇതുവരെ സഹായിച്ചു. ഇനിയും കർത്താവ് അനേക രാജ്യങ്ങളിൽ ദൈവം അയക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പറയുന്നതിനായി ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കർത്താവിന്റെ ദാസൻ കുടുംബമായിട്ടാണല്ലോ അവിടെ ആയിരിക്കുന്നത്. ഞാനും എന്റെ വൈഫും ഉണ്ട്. എന്റെ 2 പിള്ളേരാണ്, 2 പേരും ചിക്കാഗോയിലാണ്. ഓക്കെ ഓക്കെ, കർത്താവിന്റെ ദാസനെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. ദേവദാസനെ ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ അടുത്തു വരുന്നു. കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, പ്രിയ കർത്താവിന്റെ ദാസനും അടിയൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിനു വേണ്ടി അനേക സ്ഥലങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ ഈ പകൽക്കാലവും കർത്താവോടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനെ ഞാൻ ദേവദാസന്റെ ടെസ്റ്റിമണി അല്പമായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇത്രയും രാജ്യങ്ങളിൽ കർത്താവിന്റെ മഹത്വമേറിയ നാമവുമായി കടന്നു പോകുവാൻ ദൈവം കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുന്നല്ലോ. ആമേൻ. ആ പല പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരും അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പകൽക്കാലം കേൾക്കാം. കർത്താവിൻ്റെ ദാസനെ അതിനായി ഞാൻ സമയം വേർതിരിച്ച് തരികയാണ്. ദൈവത്തിൻ്റെ ദാസന് ടെസ്റ്റിമണി ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ പേര് പാഷ ബാബു. ഞാൻ മെക്സിക്കോ ടെക്സസ് ബോർഡറിൽ താമസിച്ചുകൊണ്ട് മെക്സിക്കോയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ദൈവകൃപയാലെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ബാലസിംഹം ഇര പിടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആഫ്രിക്കൻ വനാന്തരത്തിൽ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനൊരു പഞ്ഞവും ഇല്ല. ഇഷ്ടം പോലെ മൃഗങ്ങൾ വനത്തിൽ കിടപ്പുണ്ട്. അത് ചെന്നൊരു മാനിനെ പിടിക്കും, ഇച്ചിരി നിന്ന് ചിട്ടേച്ചു പോകും. പിന്നെ ഒരു കഴുതെ പിടിക്കും, എടുത്തുനിന്ന് ചിട്ടേച്ചു പോകും. അതിനൊരു പഞ്ഞവും ഇല്ല. ഇതര പിടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, നന്മയ്ക്ക് കുറവില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം ഇപ്പൊ അങ്ങോട്ട് അംബാനി ആക്കുമെന്നോ ഈ ടാറ്റ ബിർള ആക്കുമെന്നൊക്കെ മനുഷ്യർ ചിന്തിക്കും. അതിന്റെ അർത്ഥം അതല്ല. ഇപ്പൊ അങ്ങോട്ട് വലിയ വലിയ ആളാക്കുന്നല്ല അതിന്റെ അർത്ഥം. എന്നാല് ഹല്ലേലൂയ, പലപ്പോഴും പണത്തിന് നൽകാൻ പറ്റാത്തത്, പലപ്പോഴും ടെക്നോളജിക്ക് തരാൻ പറ്റാത്തത്, പലതും നമുക്ക് ഹല്ലേലൂയ ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് കൊണ്ടോ എന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ലോകത്തിന് തരാൻ പറ്റാത്തത് ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിറക്കി തരുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന ചില നന്മകൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരും, നമുക്ക് വേണ്ടി ഇറക്കി തരും. അതെ, പലപ്പോഴും പണം കൊടുത്താൽ ചിലത് കിട്ടത്തില്ല. ഹല്ലേലൂയ. ഈ ടെക്നോളജിക്കൊന്നും നമുക്ക് തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിരുന്നു. അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു 3 മാസം കൊണ്ട് എൻ്റെ ഭാര്യ മരിച്ചു പോകുന്നു. അത് സ്പ്രെഡ് ചെയ്ത് ആ വയറ് മുഴുവൻ ഈ ക്യാൻസർ തിന്ന് ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ട് പ്രയോജനമില്ല, എന്ത് ചെയ്താലും പ്രയോജനമില്ല, മരിക്കാൻ പോകുന്ന അവസ്ഥ വന്നപ്പോൾ അന്ന് എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അന്ന് ലോകത്തിലെ ഏത് മരുന്നും വേണേ വരുത്താമായിരുന്നു, ലോകത്തിലെ ഏത് ഡോക്ടറെ വേണമെങ്കിൽ വരുത്താമായിരുന്നു. അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, നല്ല ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രയോജനം കിട്ടിയില്ല, ഒന്നും വർക്കൗട്ട് ചെയ്തില്ല. നമ്മൾ വിചാരിക്കും പണം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം, ധനം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും
ഒന്നും ചെയ്യാൻ മേല. ഡോക്ടർ കൈവിട്ടു, ഹല്ലേലൂയ. ടെക്നോളജി മുഴുവൻ കൈവിട്ടു, ഹല്ലേലൂയ. കൂടിപ്പോയാൽ 3 മാസം, അതിൽ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ലെന്ന് സകല ഡോക്ടർമാരും വിധി എഴുതി, ഹല്ലേലൂയ. എന്നാൽ 22 വർഷമായി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വെച്ചിരിക്കും. ഹല്ലേലൂയ. സകലരും കൈവിടുമ്പോൾ കൈവിടാത്തൊരു കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കൈയൊഴിഞ്ഞാലും നമ്മളെ കൈയൊഴിയാത്തൊരു സ്വർഗത്തിലൊരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നു. അതെ, എല്ലാവരും കൈവിട്ടു. എന്റെ ഭാര്യ ഇന്നും ജീവനോടെ 22 വർഷമായി ജീവിച്ചിരിക്കുന്നു. ഡോക്ടർ വിധി എഴുതി എന്റെ ഭാര്യ ഹാൻഡിക്യാപ്പ് ആണെന്ന്. കാരണം വയറ്റിലെ 7 അവയവങ്ങൾ മുറിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് ഹാൻഡിക്യാപ്പ് ആണ്. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കാം, ഈ ലീക്വിഡ് ഫുഡ് മാത്രം കഴിക്കാം. കാരണം ദഹിക്കത്തില്ല. ഇറച്ചിയോ മീനോ മുട്ടയോ എന്തെങ്കിലും ഹാർഡ് ഫുഡ് കഴിച്ചാൽ അത് ദഹിക്കത്തില്ല. അതുകൊണ്ട് ലിക്വിഡ് മാത്രം കഴിക്കാവുന്ന ഡോക്ടർ എല്ലാം എഴുതി വെച്ചു. ഹാൻഡിക്യാപ്പ് എന്നെല്ലാം വിധി എഴുതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരോടും പറയരുത്, രഹസ്യം ഞാൻ പറയാം. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോഴും എന്നെക്കാൾ കൂടുതൽ കഴിച്ചത് എന്റെ ഭാര്യയാണ്. ഹല്ലേലൂയ. അതെ, റിപ്പോർട്ടിനെ ദൈവം മാറ്റി എഴുതും. ഹല്ലേലൂയ. ഹാൻഡിക്യാപ്പ് എന്ന് വിധി എഴുതിയെങ്കിലും എന്റെ ഭാര്യ തിരിച്ച് ജോലിക്ക് പോകാൻ റെഡിയായി തീർന്നു. വീണ്ടും അനേക വർഷങ്ങൾ ജോലി ചെയ്ത് അനേക പ്രമോഷൻ മേടിച്ച് എന്റെ ഭാര്യ റിട്ടയർഡായി. അത് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റിട്ടയർഡായി ഫുൾ ടൈം സുവിശേഷ വേല ചെയ്യുന്നു. അതേ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമുക്ക് നന്മ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അത് ഭൂമിയിലെ ആർക്കും തരാൻ പറ്റത്തില്ല. ഭൂമിയിലെ ഒരു പണം കൊണ്ടോ ഭൂമിയിലെ ഒരു ടെക്നോളജിക്കോ തരാൻ പറ്റത്തില്ല. അത് സ്വർഗത്തിലെ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചൈനയിൽ പോയപ്പോ എന്റെ മനസ്സിലെ ചൈന എന്ന് പറയുന്നത് ഭയങ്കര ചൂടാന്നാ എന്റെ മനസ്സിലെ ചൈന. അപ്പൊ ഞാൻ ഭയങ്കര ചൂടുള്ള രാജ്യത്തോട്ടല്ല പോകുന്നത് എന്നോർത്ത് ഞാൻ തണുപ്പിനുള്ള ഒരു ജാക്കറ്റോ അങ്ങനെയുള്ള ഒരു കോട്ടൊന്നും ഞാൻ കരുതിയില്ല. സാധാരണ ഇടുന്ന ചൂട് സമയത്ത് ഇടുന്ന ചില ടീഷർട്ടും ചില ഷർട്ടുകളും ഒക്കെ ഞാൻ എടുത്തുള്ളൂ. പക്ഷെ ഞാൻ ചെന്ന് ചൈനയിൽ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ചൈനയിലെ ചില ഭാഗത്ത് ചൂടായിരിക്കും, ചില ഭാഗത്ത് തണുപ്പായിരിക്കും. എനിവേ, ഞാൻ ചെന്ന സ്ഥലത്ത് അതിഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കര തണുപ്പ്. അയ്യോ, പുറത്തോട്ട് നോക്കിട്ട് അങ്ങ് ഫ്രീസിങ് വെതറാണ്. എന്റെ ദൈവം, ഞാൻ ഓർത്തത് ചൂടാണെന്നുള്ളത് ഞാൻ വിചാരിച്ചത്. എന്നെ റിസീവ് ചെയ്യാൻ വന്ന ചൈനീസ് ഭാഷ എന്നെ നോക്കിട്ട് പറഞ്ഞു, ഇന്ത്യൻ ഭാഷയാണ് ഇങ്ങനെ വന്നത്, നിനക്കറിയത്തില്ലായിരുന്നു ഇവിടെ തണുപ്പാണെന്ന്. ഞാൻ പറഞ്ഞ എന്റെ ഭാഷ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആകെ നമ്മള് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് ഞാനൊരു സാധാരണ ചൂടുകാലത്ത് ഇടുന്ന ചില പാൻറ്റും ഒക്കെ ഇട്ട് ഒരു സോക്സ് ഇതൊക്കെ ഇട്ട് ഞാൻ ചെന്നിറങ്ങി. അന്ന് വൈകിട്ട് തന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, നമുക്കൊന്ന് ഒരു ജാക്കറ്റ് മേടിക്കാൻ പോലും സമയമില്ല, മീറ്റിംഗിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയി. ചൈനയിലെ നിങ്ങൾക്കറിയാലോ അണ്ടർഗ്രൗണ്ട് ചർച്ചുകളാണ്. ഭൂമിക്കടിയിലൊക്കെ ചർച്ചുകൾ, ഒളി ചർച്ചുകൾ, ഈ രഹസ്യ ചർച്ചുകളാണ്. അപ്പൊ ഭൂമിക്ക് മുകളിൽ ഇത്രയും തണുപ്പാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിൽ എന്തൊരു തണുപ്പായിരിക്കും. അതിന്റെ ഇരട്ടി തണുപ്പാ താഴെ. അതിനേക്കാളും തണുപ്പിനകത്തോട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി ഈ അടിയിലോട്ട് ചെന്ന് രഹസ്യ ചർച്ചിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ കൈയും കാലും മരയ്ക്കാൻ തുടങ്ങി, എന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അവിടെ ഹീറ്റിംഗ് ഇല്ല, അവിടെ എന്തെങ്കിലും ഒരു ശകലം ചൂട് കിട്ടാനുള്ള യാതൊരു ക്രമീകരണവും ഇല്ല. ചൈനക്കാർ ഇഷ്ടംപോലെ പേര് വന്നിരിപ്പുണ്ട്. പക്ഷെ അവരെല്ലാം ഡബിൾ സോക്സ്, ഡബിൾ പാന്റ്, ഡബിൾ തൊപ്പി, എല്ലാം ഡബിൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് നല്ല പ്രിപ്പയർ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. എനിക്കൊന്നുമില്ല. എന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി, എന്റെ കാലുകൾ വിറയ്ക്കാൻ, എന്റെ വിരലൊക്കെ കോടിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരു വിധത്തിലും ദൈവം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു വിധത്തിലും പറ്റത്തില്ല. എങ്ങോട്ട് ഓടിപ്പോകും, ഞാൻ എങ്ങോട്ട് പോകും, എങ്ങോട്ടിറങ്ങിയാലും തണുപ്പേ ഉള്ളൂ, ഒരു നിവൃത്തിയില്ല. ഞാൻ ആകെ ഭാരപ്പെടുന്ന ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നിട്ട് ഞാൻ നാവിന്മേലുള്ള അധികാരം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാവിന്മേലുള്ള അധികാരം ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കാലാവസ്ഥ മാറട്ടെ. ഞാൻ ശക്തമായി വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ കാലാവസ്ഥ മാറിപ്പോകട്ടെ, ഈ തണുപ്പ് ഇവിടുന്ന് മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ കാലാവസ്ഥ ചൂടായി മാറട്ടെ എന്ന് ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പക്ഷെ ഞാൻ നോക്കി, ആരെങ്കിലും ജാക്കറ്റ് ഊരിയോ? ചൂട് വന്നോ?
ആരും ജാക്കറ്റ് ഊരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ, അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ. വീണ്ടും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ കൽപ്പിച്ചു, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കാലാവസ്ഥ, ഈ തണുപ്പ് അന്തരീക്ഷം മാറി ചൂട് വരട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ അന്തരീക്ഷം മാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഞാൻ വീട്ടിൽ വീണ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ മലയാളത്തിലാ. ഈ ചൈനക്കാർ വിചാരിച്ച് ഇപ്പൊ ഇന്ത്യൻ ഭാഷയൊക്കെ വട്ട് പിടിച്ചെന്ന്. അല്ലെങ്കിൽ എനിക്ക് സത്യത്തിൽ വട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞാൻ വീണ്ടും ശ്വാസിച്ചു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ തണുത്ത കാലാവസ്ഥ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞാൻ വിളിച്ച് ശക്തിയോടെ, ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അധികാരത്തോടെ കാലാവസ്ഥയോട് ഞാൻ കൽപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കി, ആരും ജാക്കറ്റ് ഊരിയില്ല, ആരും തൊപ്പി ഊരുന്നില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പെട്ടെന്നൊരു മാറ്റം ഞാൻ കണ്ടു. ഞാൻ നിന്ന് ആ റൗണ്ടിൽ ചൂട് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ നിന്നവിടത്ത് നല്ല ചൂട് വരാൻ തുടങ്ങി. എവിടുന്നോ ഹീറ്റ് വരുന്ന പോലെ ഷൂ എന്ന് പറഞ്ഞു എനിക്ക് ചുറ്റിനും ചൂടടിക്കുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നു, എന്റെ ശരീരം ചൂടാകുന്നു. എന്റെ വിരലുകളൊക്കെ അനങ്ങാൻ തുടങ്ങി. എന്റെ ശരീരത്തിന് ജീവൻ വെച്ച് തുടങ്ങി. എന്റെ ശരീരം ചലിക്കാൻ തുടങ്ങി. എനിക്ക് എന്നെ മനസ്സിലായി, എന്റെ ബോഡി ചൂടാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നവിടത്ത് നിന്ന് അങ്ങോട്ട് മുന്നോട്ടോ പുറകോട്ടോ മാറിയ തണുപ്പ്. ഒരു മുറിക്കകത്ത് രണ്ട് കാലാവസ്ഥ. ഞാൻ നിൽക്കുന്നിടത്ത് ചൂടും, ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ തണുപ്പും. ഹല്ലേലൂയ. ഒരു മുറിക്കകത്ത് രണ്ട് കാലാവസ്ഥ. ഹല്ലേലൂയ. അതേ, നാവിന്മേലുള്ള അധികാരം വിശ്വാസത്തിലൂടെ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. അതേ, ബാലസിംഹങ്ങൾ വില കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതേ, പലപ്പോഴും നമുക്ക് പണം കൊണ്ടൊന്നും പറ്റത്തില്ല. ആ സമയത്ത് എന്റെ കയ്യിൽ അമേരിക്കൻ പാസ്പോർട്ട് കയ്യിൽ ഇരിപ്പുണ്ട്, അമേരിക്കൻ ഡോളർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, 3-4 ക്രെഡിറ്റ് കാർഡ് എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. എന്ത് ചെയ്യും? എനിക്ക് തണുപ്പിനെ മേടിക്കാൻ, കാലാവസ്ഥ ചൂടാക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഹീറ്റ് വിലക്കെടുക്കാൻ പറ്റുമോ? എന്റെ കയ്യിലിരുന്നത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഹൈടെക് ഫോൺ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, സകല ടെക്നോളജിയും കിടപ്പുണ്ട്. പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ചെയ്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, അതേ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ നിന്ന് അത്രയും ഭാഗം ചൂടാകാൻ തുടങ്ങി. നല്ല ഹീറ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി. അവിടെ നിന്ന് വചനം ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിന് ദൈവം ഇടയാക്കി. അനേക ചൈനക്കാർ രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഒരു മുറിക്കകത്ത് രണ്ട് കാലാവസ്ഥ. അതേ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഇന്ത്യയിൽ വന്നപ്പോൾ കാശ്മീരിൽ ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് കാശ്മീരിലേക്ക്. ഞാൻ കാശ്മീർ അവിടെ ചെന്നപ്പോ അവിടുത്തെ പാസ്റ്ററിനോട് പറഞ്ഞു, പക്ഷെ ഇവിടെ ഈ സെൽഫോൺ ഇനി ഉപയോഗിക്കാൻ 2 ആഴ്ച കൂടെ ഇനി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഈ സെൽഫോൺ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഓർഡർ വന്നു. ഇനി ഈ കാശ്മീർ പ്രദേശത്ത് ഒത്തിരി ഈ മറ്റ് ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. സെൽഫോൺ നിർത്തി, ഇവിടുത്തെ ഓൾറെഡി നിർത്തി കഴിഞ്ഞ് ഓർഡർ വന്ന് ഇനി 2 ആഴ്ച കൂടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2 ആഴ്ചയും കൂടെ ഉപയോഗിക്കാം. ഞാനേലും 2-2.5 ആഴ്ച കൂടി ഉണ്ട്. പക്ഷെ അതുവരെ ഇതൊന്ന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ആ സമയത്ത് നമ്മൾ ഈ സ്റ്റോറിൽ അവിടെ ഫോൺ സ്റ്റോറിൽ കൊണ്ടുവന്ന് നമ്മൾ ഫോൺ കൊടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറയും. 100 രൂപീസ് 200 രൂപീസിന് ചാർജ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം ഇന്നത്തെ പോലെ ഐഫോൺ ഒന്നും അല്ല. അപ്പൊ ആ ഫോണ് ഞാൻ നോക്കിയപ്പോ എന്റെ ഫോണിൽ 20 രൂപ മിച്ചമുണ്ട്. അതിനകത്ത് ആകെ 20 രൂപയേ ഉള്ളൂ. ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഈ പൈസ തീരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓടി പറഞ്ഞ് സിറ്റിയിലേക്ക് പോയി ഈ സ്റ്റോറിൽ പോയിട്ട് ഞാൻ കൊടുത്ത് ചെല്ലുന്നിട്ട് പറഞ്ഞു, എനിക്കൊരു $200 ചാർജ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ സാറേ, ഞങ്ങൾ ചാർജ് ചെയ്യാൻ നിർത്തി. ഇനി ഇവിടെ എങ്ങും സാറിന് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സ്റ്റോറെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഇനി സെൽഫോൺ ഇനി ബിസിനസ് നടക്കത്തില്ല, ആരും മേടിക്കത്തില്ല. ഇവിടെ നിൽക്കാൻ പോയത്. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ നിറച്ചതാ, ഞാനൊരു 2-2.5 ആഴ്ച കൊണ്ട് എനിക്ക് ഉപയോഗിക്കാമല്ലോ. സാറേ പറ്റത്തില്ല. ഞാൻ അടുത്ത സ്റ്റോറിൽ പോയി. അവർ ഇത് തന്നെ പറഞ്ഞു, ഇവിടെ എല്ലാം ഈ സ്റ്റോർ ക്ലോസ് ചെയ്യാൻ പോകുക സാറേ, ഞങ്ങൾ ഇതെല്ലാം നിർത്തി. ഇനി ഇവിടെ ചാർജ് ഒന്നും പറ്റത്തില്ല. കാരണം ബിസിനസ് എല്ലാം പൂട്ട് കാണും. ഇവിടെ എല്ലാം ഞങ്ങൾ നിർത്തി ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇവിടെ എന്റെ ആകെ 20 രൂപ എന്റെ ഫോണിലുണ്ട്. ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിളിക്കും. പക്ഷേ ഞാൻ രാവിലെ അവിടെ എത്തും, എന്നെ മറക്കാതെ പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്യും. കാരണം എന്റെ പൈസ തീർന്നു പോകും. ഞാനിങ്ങനെ ഓഫ് ചെയ്ത് ഞാൻ നോക്കി, എന്റെ പൈസ തീർന്നു നോക്കിയപ്പോൾ എന്റെ ഫോണിനകത്ത് യുവർ ബാലൻസ് ഈസ് 50 രൂപീസ്. ഞാൻ 20 രൂപയായിരുന്നു, ഇത് 50 ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. എനിക്ക് വേറൊരു പാസ്റ്ററെ ഞാൻ വിളിച്ചു. പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ മറക്കല്ല് ഇത്രാം തീയതിയാണ്, അത് ഞാൻ അവിടെ ഇറങ്ങും. പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്തു. കാരണം എന്റെ പൈസ തീർന്നു പോകും. ഞാൻ വീണ്ടും ഫോണിൽ നോക്കി, എന്റെ പൈസ എന്നെ അവിടെ നോക്കിയപ്പോൾ യുവർ ബാലൻസ് ഈസ് 100 രൂപീസ്. ഞാൻ ഇത് 50 ആയിരുന്നു, ഇത് 100 ആയിരുന്നു. എന്റെ ഫോണിനകത്ത് ബാലൻസ് കൂടി വരുന്നു.
ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഒന്നുകിൽ ഈ ഫോണിന് വട്ട, അല്ലെങ്കിൽ എനിക്ക് വട്ട. അപ്പൊ ഞാൻ ഇത്തവണ ഇച്ചിരി സമയം എടുത്ത് വിളിക്കാൻ പോവാ, എന്താ സംഭവിക്കുന്നത് കാണുള്ളൂ. ഞാൻ ആ ഫോൺ കൊണ്ട് എടുത്തിട്ട് ഞാനിങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത ആ ഭാഷ വിളിച്ചിട്ട് ഞാൻ കുറെ അങ്ങ് സംസാരിച്ചു. സംസാരിച്ചിട്ട് എനിക്ക് ഈ പൈസ തീർന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയ അങ്ങനെ പറഞ്ഞ് ഞാൻ ഫോൺ നിർത്തി. ഞാൻ നോക്കാം ഫോണിലേക്ക് ഒന്ന് ഇതിനകത്ത് വല്ല മിച്ചോട്ട് നോക്കുമ്പോ യുവർ ബാലൻസ് ഈസ് 200 rupees. നമ്മൾ വിളിക്കും തോറും എന്റെ ഫോണിനകത്ത് പൈസ കൂടി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരം അവിടുത്തെ ആ പാസ്റ്ററിന്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ദേവദാസനെ ഇവിടുന്ന് പോകരുതേ, ഈ കാശ്മീരിൽ തന്നെ കുറെ നാൾ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് എന്റെ കൈ കയറി പിടിച്ച് ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ദൈവം എന്നെ അയച്ചു, അത്ര ദിവസം ഞാൻ നിൽക്കത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഫോൺ അല്ലെങ്കിൽ വിളിച്ചു, എന്തുമാത്രം വിളിച്ചോ അപ്പോഴെല്ലാം എന്റെ ഈ ഫോണിനകത്ത് പൈസ ബാലൻസ് കൂടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ഫോൺ ബില്ല് കർത്താവ് യേശുക്രിസ്തു അടയ്ക്കുക. എനിക്ക് ഫ്രീ ഫോൺ ആയിരിക്കുന്നത്, എനിക്ക് പൈസ കൊടുക്കാതെ എന്റെ അതിനകത്ത് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക, അതിനകത്ത് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കും തോറും ബാലൻസ് കുറയേണ്ടതിന് പകരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആയുഷ്കാലം മുഴുവൻ എനിക്ക് ഫോൺ ബില്ല് അടയ്ക്കണ്ട, കർത്താവ് അടച്ചോളും, എനിക്കങ്ങ് വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ ആ കാശ്മീര് മുഴുവൻ, അവിടുന്ന് കാശ്മീർ പ്രദേശങ്ങൾ മുഴുവൻ ഞാൻ ശുശ്രൂഷിച്ചു, ഈ ഫോൺ ഉപയോഗിച്ചു. ഇഷ്ടംപോലെ ബാലൻസ് അതിനകത്ത് വന്നു. എന്റെ കാശ്മീരിലെ ശുശ്രൂഷ കഴിഞ്ഞു. ഞാൻ അവിടുന്ന് പഞ്ചാബിലേക്ക് ബസ് കയറി. അവിടുന്ന് ബസ് പഞ്ചാബിലേക്ക് പോകുവാണ്. ഈ കാശ്മീരിന്റെ ബോർഡർ കടന്ന് എന്റെ ബസ് പഞ്ചാബിലേക്ക് കടന്നു. ഞാൻ ഫോൺ എടുത്ത് പഞ്ചാബിൽ പാസ്റ്ററെ വിളിക്കാൻ ഞാൻ ഫോൺ വിളിച്ചപ്പോ എന്റെ ഫോൺ അനങ്ങുന്നില്ല. ഞാൻ നോക്കിയപ്പോ 0 ബാലൻസ്, ഒരൊറ്റ പൈസ പോലും എനിക്ക് ബാലൻസ് ഇല്ല. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചത് എന്തോ, എന്റെ ഫോൺ ആയുഷ്കാലം മുഴുവൻ കർത്താവ് ബില്ലടച്ചോളും, ഇതിനകത്ത് എത്ര വിളിച്ചാലും ബാലൻസ് ഇതിനകത്ത് കൂടി വരുവാണ്, ഇതൊരിക്കലും കുറയത്തില്ലെന്നാ വിചാരിച്ചത്. പക്ഷെ പഞ്ചാബിലേക്ക് കടന്നപ്പോൾ എന്റെ ഫോണിനകത്ത് ഒറ്റ പൈസയില്ല, 0 ബാലൻസ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ച എന്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവ് എന്റെ ഫോൺ ബില്ല് അടച്ചോളുമെന്ന്. ഹല്ലേലൂയ. ആഗ്രഹം നല്ലതാ, പക്ഷെ അത്യാഗ്രഹം പാടില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, മോനെ ഇത് കാശ്മീരല്ല, ഇത് പഞ്ചാബാണ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യത്തിൽ കർത്താവ് നമ്മെ സഹായിക്കും, പക്ഷെ അത്യാഗ്രഹം നമുക്ക് പാടില്ല. അന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. നമുക്ക് ആവശ്യത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് തുണ നിൽക്കും, നമ്മളെ സഹായിക്കും, പക്ഷെ അത്യാഗ്രഹം പാടില്ല. ഹല്ലേലൂയ. പഞ്ചാബിൽ ഇഷ്ടംപോലെ ഫോൺ, അവിടെ എല്ലാ ബിസിനസ് നടക്കുന്നു. അവിടെ സകല മുക്കിനും മൂലയ്ക്ക് ഇതിന് സ്റ്റോർ ഉണ്ട്. ചെന്ന് $100 കൊടുത്താൽ നമുക്ക് ചാർജ് ചെയ്യാം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വിചാരിക്കും നിങ്ങൾ എത്ര കിട്ടിയാലും മനുഷ്യന് തികയത്തില്ല. നമ്മൾ പിന്നെയും പോരട്ടെ എന്ന് പറയും. നമ്മൾ തന്നതിന് നന്ദി പറയത്തില്ല, കിട്ടിയതിന് നന്ദി പറയത്തില്ല. പിന്നെയും പോരട്ടെ എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം. അന്നത് പഠിക്കാൻ ഇടയായി തീർന്ന് കർത്താവ് തന്നതിന് നന്ദി പറയാതെ, അയ്യോ കർത്താവ് ഇത് 0 ബാലൻസ് ആണല്ലോ നമ്മൾ ചിന്തിച്ചു, നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവര്, നമ്മുടെ ആവശ്യത്തിങ്കൽ നമ്മളെ കർത്താവ് സഹായിക്കും. അതെ, അങ്ങനെ ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ ആവശ്യത്തിങ്കൽ പലപ്പോഴും ഈ ലോകത്തിന്റെ ടെക്നോളജി നമുക്ക് തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഹല്ലേലൂയ ഒരു പൈസക്കോ പണത്തിനോ നമുക്ക് തരാൻ പറ്റത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി. അപ്പോൾ എന്നെ ആഫ്രിക്കൻ പാസ്റ്റർ ഒരു സ്ഥലത്തേക്ക്, ഒരു വനം കടന്ന് ഞങ്ങൾക്ക് ദൂരേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അവിടെ മീറ്റിംഗ് പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മടങ്ങി വരണം. കാരണം വനത്തിൽ ആന ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് രാത്രിയാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മടങ്ങി വരണം. എനിവേ ഞങ്ങൾ ആ മീറ്റിംഗ് ഒക്കെ പെട്ടെന്ന് സമയത്തിന് നിർത്തി. ഒരു ചെറിയ സ്കൂട്ടർ, അതിന് വലിയ സ്പീഡൊന്നുമില്ല, ഇങ്ങനെ കുട്ടു ഇങ്ങനെ പതിയെ പോകുന്നൊരു സ്കൂട്ടറാണ്. ഈ തിരിച്ച് വനത്തിന്റെ അവിടെ വന്നപ്പോ അതിഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. അതിഭയങ്കര മഴ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കാണാൻ മേല. അദ്ദേഹം പെട്ടെന്ന് ആ ആഫ്രിക്കൻ ഈ സ്കൂട്ടർ ഒരു മരത്തിന്റെ ചോട്ടിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ ഈ മരത്തിന്റെ ചോട്ടിൽ നിൽക്കുക. അപ്പൊ തന്നെ ഞങ്ങൾ മുഴുവൻ നനഞ്ഞു. എന്റെ ഷൂ മുഴുവൻ വെള്ളം കയറി നിറഞ്ഞു, എന്റെ കോട്ട് നിറഞ്ഞ് എല്ലാം നനഞ്ഞു കുതിർന്നു. പ്രിയപ്പെട്ടവര്, ഞങ്ങൾ നിൽക്കുന്ന ആ റോഡിന്റെ സൈഡിലൂടെ ഒരു ചെറിയ നദി പോകുന്നുണ്ട്. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോ നദിയിലെ വെള്ളം പൊങ്ങി ഇപ്പം നദി ഏതാന്ന് അറിയത്തില്ല, റോഡ് ഏതാന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. രാത്രിയായി, മഴ നിൽക്കുന്നില്ല, ആന ഇറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അയ്യോ കർത്താവേ, ഇന്ന് രാത്രിയിൽ ആന ചവിട്ടിച്ച് ചത്തുപോകല്ലോ ഞങ്ങള്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? മുന്നോട്ടൊരു കാല് വെക്കാൻ പറ്റത്തില്ല. ഇത് കുഴിയിലേക്കാണോ പോകുന്നത്? ഇത് റോഡിലേക്കാണോ? ഇത് നദിയിലേക്കാണോ? ഒന്നും കാണാൻ മേല. മൊത്തം ഫ്ലഡായി, മുഴുവൻ വെള്ളമായി. ഞങ്ങൾക്ക് മുന്നോട്ട് കാല് വെക്കാൻ മേല. കൂരാക്കൂർ ഇരുട്ടായി. ആന ഇറങ്ങാൻ തുടങ്ങി. മഴ നിൽക്കുന്നുമില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇരിക്കുന്ന ഈ കുഞ്ഞൊരു സ്കൂട്ടറും, ഒരു ട്രാഫിക് ഇല്ല, ഒരു വണ്ടി പോലും വരുന്നില്ല, ഒരു വീടുകളില്ല. മുന്നോട്ട് പോകാൻ മേല, പുറകോട്ട് പോകാൻ മേല. ആകെ സ്റ്റക്കായി. എന്ത് ചെയ്യും? ഹല്ലേലൂയ. എന്റെ കയ്യിൽ അമേരിക്കൻ പാസ്പോർട്ട് എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്, അമേരിക്കൻ ഡോളർ എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോഴും 3 ക്രെഡിറ്റ് കാർഡ് എന്റെ പോക്കറ്റിലുണ്ട്. ഹൈടെക് ഫോൺ എന്റെ കയ്യിലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, എല്ലാ ടെക്നോളജിയും കയ്യിലിരിപ്പുണ്ട്. ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, ഒന്നും പ്രയോജനപ്പെടുന്നില്ല. അയ്യോ ദൈവമേ, ഇന്ന് രാത്രിയിൽ ആന ചവിട്ടിച്ചാകുമല്ലോ. ഞാൻ പറഞ്ഞു, എന്റെ ദൈവ കർത്താവേ, വെടി വെച്ച് കൊന്നാലും വേണ്ടില്ല, ആന ചവിട്ടിച്ചാകാൻ ഇടയാകരുതേ. നാണക്കേടാവും. എന്റെ പിള്ളേർക്കും അത് നാണക്കേടാ കർത്താവേ. എന്റെ അപ്പനെ പിള്ളേര് പറയും, എന്റെ അപ്പനെ ആന ചവിട്ടി കൊന്നൊന്ന്, അതിന് വെടിവെച്ച് കൊന്നാൽ അഭിമാനമുണ്ട്. ദൈവമേ, ആന ചവിട്ടി കൊല്ലാൻ ഇടയാകരുതേ. എന്റെ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇറകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇവിടുന്ന് കർത്താവേ, ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. ഇത് മുഴുവൻ ഫ്ലഡായി കിടക്കുന്നു. റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു. റോഡും കാണാൻ പറ്റില്ല, നദിയും കാണാൻ പറ്റില്ല. മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ നിവൃത്തിയില്ല. കൂരിരുട്ടാണ്. ആനകൾ ചുറ്റിരുന്നു. അവിടെ മുഴുവൻ അലറിക്കൊണ്ട് ആനകൾ നടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ പ്രകാശം എന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് ഇതെന്താ ഈ വരുന്നത്? വലിയൊരു ട്രക്ക് പോലത്തെ ഒരു സാധനം വരുന്നു. 20-30 വീൽ അതിനുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ വലിയ ലൈറ്റ്, 4 വശത്തും ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ പ്രദേശം മുഴുവൻ കാണാം. അതുപോലെ ലൈറ്റ് ഉണ്ട്. ഈ സാധനം ഇങ്ങനെ റോഡിലൂടെ പോവുകയാണ്. ഞാൻ നോക്കി, ഇത് എന്താണ്? ട്രക്ക് പോലെ ഇരിക്കുന്നു. ഒത്തിരി വീലുകളുണ്ട്, ഒത്തിരി ലൈറ്റ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ റോഡിലെ വെള്ളം 2ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആ വചനം ഓർമ്മ വന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ, ഹല്ലേലൂയ, ആ ചെങ്കടൽ കടന്നപ്പോൾ ആ സമുദ്രത്തിലെ വെള്ളം 2ആയി മാറിയ പോലെ ഇതാ ഈ വെള്ളം 2ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പെട്ടെന്ന് ഷാർട്ടാക്കും. ആ സ്കൂട്ടർ ഷാർട്ടാക്കി. ഈ ട്രക്കിന്റെ പുറകെ നമുക്ക് പോകാം, നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാം. പെട്ടെന്ന് സ്കൂട്ടർ ഷാർട്ടാക്കി നിങ്ങൾ അതിൽ കയറി. ഇതിങ്ങനെ കുട്ടു ഇതിന്റെ സ്പീഡൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പോയി ഗോ എവിടെ പോയാലും ഇത്രയേ ഉള്ളൂ ഇതിന് സ്പീഡുള്ളൂ. ഇതിങ്ങനെ കുട്ടു ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഗോ എവിടെ പോകുന്നത്? ഇത്രയേ ഉള്ളൂ ഇതിന് സ്പീഡ്. ഞാനിങ്ങനെ വെപ്രാളത്തെ തിരിഞ്ഞു വെച്ചിരിക്കും. പാസ്റ്റർ ട്രക്ക് പോകും, നമുക്ക് അതിന്റെ പുറകെ വെച്ച് പിടിച്ചോ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ കുട്ടു ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് ഈ ട്രക്ക് പോകല്ലേ എന്ന് ഇതിന്റെ പുറകെ ഞങ്ങൾ പോയി. വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇറങ്ങേണ്ട ആ ആഫ്രിക്കൻ പാസ്റ്റർ വീട് വരെ ഈ ട്രക്ക് ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. ഹല്ലേലൂയ. ഞാൻ ആ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കൈ പൊക്കി ഒന്ന് താങ്ക് യു പറയാൻ കൈ പൊക്കി നോക്കിയപ്പോഴത്തേക്ക് ട്രക്ക് കാണാനില്ല. ആ ട്രക്ക് ഡിസിപ്പിയർ ആയി. ഹല്ലേലൂയ. അയ്യോ, സ്വർഗത്തിൽ ട്രക്കുണ്ടോ? എനിക്കറിയത്തില്ല. ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണോ അതോ ഭൂമിയിൽ ഇങ്ങനെ പ്രത്യേകം ഉണ്ടാക്കി വെച്ചതാണോ? എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ഒരു ട്രക്ക് പോലത്തെ ഒരു സാധനം വന്നു. ഹല്ലേലൂയ. ആഫ്രിക്കയിൽ. ഹല്ലേലൂയ. അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരും. പണം കയ്യിലുണ്ടായിരിക്കും, നമുക്ക് ഹല്ലേലൂയ ഒത്തിരി ടെക്നോളജി ഉണ്ടായിരിക്കും, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും വർക്കൗട്ട് ചെയ്യാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, സാഹചര്യങ്ങൾ മാറിമറിയാം. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം, അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിപ്പോ പ്രവർത്തിക്കുന്ന മെക്സിക്കോയില് ഒരു പ്രാവശ്യം ഒരു ഗ്രാമത്തിലൂടെ ഞങ്ങൾ പോകുമ്പോൾ രാത്രിയായി മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ കാറ് കേടാൻ, അതിന്റെ ഇഞ്ചൻ ഡെഡായിപ്പോയി. ഒരു വിജനമായ സ്ഥലം, അവിടെ വീടുകളില്ല,
അവിടെ ലൈറ്റും വെട്ടവും ഇല്ല, ഒരു ട്രാഫിക് ഇല്ല. വല്ലാത്തൊരു ഡേഞ്ചർ സ്ഥലത്ത് ഞങ്ങളുടെ കാറ് കേടായി കിടക്കുകയാണ്. ഞാനും എന്റെ വൈഫും കാലിരിപ്പുണ്ട്. ആ മെക്സിക്കോയിലുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ വൈഫ് ഇരിപ്പുണ്ട്. ഞങ്ങൾ 4 പേര് ഇരിപ്പുണ്ട്. അന്ന് രാത്രി ആ സ്ഥലമാണെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്ന സ്ഥലമാണ്, ഡ്രഗ് ഡീലർമാരുടെ സ്ഥലമാണ്. എന്തും രാത്രി സംഭവിക്കാം. ഞങ്ങൾക്കൊന്നും അവിടെ അടുത്തൊരു വീടുകളില്ല, അടുത്തെങ്ങും ഒരു സ്റ്റോർ കാണുന്നില്ല, വെട്ടവും വെളിച്ചവും ഇല്ല. ആ വഴി കൂടെ മറ്റു വണ്ടികളൊന്നും വരുന്നില്ല. എവിടെയോ ഒന്നും ഒരു ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ ഒരു അന്യരാജ്യത്ത് പോയി കിടക്കുകയാണ്. ദൈവമേ, ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. എനിക്ക് ആകെ പേടിയെന്ന്, കാരണം എന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി പേടി തോന്നി. നമ്മളെ കിട്ടിയാൽ ഫോറിനേഴ്സിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ഫോൺ മേടിച്ച് ഫോണിൽ നിന്ന് നമ്മുടെ പിള്ളേരുടെയൊക്കെ നമ്പർ എടുക്കും. ചർച്ചിലെ പാസ്റ്റർമാരൊക്കെ നമ്പർ എടുത്തിട്ട് അവർ പണം ചോദിക്കും. ഇതൊക്കെ എപ്പോഴും സ്ഥിരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മെക്സിക്കോ രാജ്യം. ഇന്ന് രാത്രി ദൈവമേ എന്താ സംഭവിക്കുന്ന അറിയില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് കുറവില്ല. ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം, നമുക്കുള്ള വാഗ്ദത്തങ്ങള്, അതേ ഹല്ലേലൂയ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കേടായി കിടന്ന ഇഞ്ചൻ ഡെഡായി കിടക്കുന്ന ഈ കാർ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതിന്റെ കീ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കീ തിരിച്ചിട്ട് ഒരനക്കും കാണുന്നില്ല, ഇഞ്ചൻ സ്റ്റാർട്ടാകുന്നില്ല. പക്ഷെ സ്റ്റാർട്ടാകാതെ കിടക്കുന്ന ആ വണ്ടി, ആ കാർ ഓടാൻ തുടങ്ങി. ഇതിന്റെ ബാറ്ററി ഡെഡാണ്, അതിന്റെ ഇഞ്ചൻ ഡെഡാണ്, ഇതിന്റെ ലൈറ്റ് പോവും കത്തുന്നില്ല, ഇതിന്റെ ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. പക്ഷെ വണ്ടി ഓടാൻ തുടങ്ങി. ഏകദേശം 45 മിനിറ്റ് ഈ വണ്ടി, ഈ ഇഞ്ചൻ ഓഫായി കിടക്കുന്ന വണ്ടി ഓടിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, വണ്ടിക്ക് ശബ്ദമൊന്നുമില്ല, പക്ഷെ വണ്ടി ഓടുകയാണ്. ഹല്ലേലൂയ. 45 മിനിറ്റ് ഈ വണ്ടി ഓടി. ഒരു ഓട്ടോ ഷോപ്പിൽ ചെന്ന് ഈ വണ്ടി നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡെഡായി കിടന്ന കാറ് ഇത് തന്നെത്താൻ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി നിരിക്കത്തില്ല. പണം കൊണ്ട് നമുക്ക് പണമുണ്ടെന്ന് കരുതിയോ, അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടെന്ന് കരുതിയോ ഇതൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. പലപ്പോഴും ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും ഒന്നും വർക്കൗട്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, ആ സ്റ്റാർട്ടാകാതെ കടന്ന എന്റെ കാർ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി അന്ന് രാത്രി പ്രവർത്തിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നെ വേറൊരു സമയം ഞാൻ ഓർക്കുകയാണ്. വേറൊരു ഹല്ലേലൂയ, ഒരു ശുശ്രൂഷ ഇതുപോലെ മെക്സിക്കോയിൽ ഞങ്ങൾ ചെയ്തിട്ട് ഏകദേശം 10 പേരെ മെക്സിക്കോയിൽ സ്നാനപ്പെടുത്തി. അന്ന് കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ വലിയൊരു ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് അന്ന് മെക്സിക്കോയിൽ വെച്ച് വിടിവിക്കാൻ ഇടയായി തീർന്നു. വീണ്ടും രണ്ടാമത് ഒരു പ്രാവശ്യം ഞങ്ങൾ വേറൊരു ദിവസം ഇങ്ങനെ ഏകദേശം 10 പേരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ട് മെക്സിക്കോയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വരുമായിരുന്നു. ആ വരവിൽ ഒരു വലിയ ഹൈവേയിൽ ഞങ്ങൾ വന്ന്, അവിടെ ബാത്റൂം ഒക്കെ ഹൈവേയിൽ പണിത് വെച്ചിട്ടുണ്ട് മെക്സിക്കോയില്. അപ്പം ബാത്റൂം ഉപയോഗിക്കാനായിട്ട് ഞാൻ സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങള് ആൾക്കാരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഡോർ ലോക്ക് ചെയ്തു, പക്ഷെ കീ എടുക്കാൻ മറന്നുപോയി. കീ വണ്ടിക്കകത്തായി പോയി, ഡോർ ലോക്കായി പോയി. എല്ലാരും വണ്ടിക്ക് പുറത്തായി, ഡോർ ലോക്കുമായി, കീ അകത്തായി പോയി. മെക്സിക്കോ രാജ്യത്ത് കിടക്കുവാണ്, ഹൈവേയിൽ കിടക്കുവാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഡോറൊന്ന് തുറക്കും? കീ അകത്തായി പോയി. ഞങ്ങൾ ആകെ എല്ലാരും കിടന്ന് എങ്ങനെയും തുറന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഇത് പിടിച്ച് വലിച്ചു നോക്കുന്നു. ആരെ വണ്ടി എക്സ്ട്രാ കീ വല്ലതും അടിയിൽ വല്ലതും വെച്ചിട്ടുണ്ടെന്ന് അടിയിലൊക്കെ കയറി തപ്പി നോക്കുന്നു. വണ്ടിയുടെ മൊത്തം എല്ലാവർക്കും പ്രയാസമായി. വളരെ നാളുകൾ ഞങ്ങൾ ആ മെക്സിക്കോയിലെല്ലാം ശുശ്രൂഷിച്ച് ക്ഷീണിച്ച് മടങ്ങി വരികയാണ്. എങ്ങനെയും വീട്ടിലെത്താൻ മതിയെ വേണ്ടി മനുഷ്യൻ എല്ലാവരും ഇരുന്ന് പ്രയാസപ്പെട്ട് അങ്ങ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വണ്ടി ലോക്കായി പോയി, കീ അകത്തായി പോയി. എല്ലാരും എന്റെ മുഖത്തോട്ട് നോക്കുക, എനിക്ക് ഈ അബദ്ധം പറ്റിയത്, ഞാനാ ഈ അബദ്ധം കാണിച്ചത്. എല്ലാവർക്കും എല്ലാവരും പ്രയാസത്തിലായി, ഞാനും പ്രയാസത്തിലായി. ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ഞാനാണ് ഈ അബദ്ധം കാണിച്ചത്,
എല്ലാവരും ടയർഡാണ്. ഇവരെല്ലാം സുവിശേഷ വേല ചെയ്ത് വന്നിട്ട് ടയർഡായിട്ട് നിൽക്കുകയാണ്. എന്റെ ദൈവം, ഇനി എവിടുന്ന് ഈ രാജ്യത്ത് ഇതൊന്ന് തുറക്കണാൽ ആരെയും ഒന്ന് വിളിക്കും? എങ്ങനെ ഇതൊന്ന് തുറക്കും? കീ അകത്തായിപ്പോയി. എന്റെ ദൈവമേ രക്ഷിക്കണമേ. അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. കർത്താവെ രക്ഷിക്കണ സമയത്ത് എങ്ങനെയും ഇതെന്നത്തോ എങ്ങനെയും വണ്ടിക്കകത്ത് കയറണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞ വചനം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡോറെ പിടിച്ചേക്കിട്ട് ഒറ്റ വലി വലിച്ചു. ആ ഡോറ് തുറന്നിഞ്ഞു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഓടി വന്നു. അയ്യോ പാസ്റ്ററെ, എങ്ങനെ ഇത് തുറന്നു, എങ്ങനെ തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചു ഇത് തുറക്കാൻ. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലത്തിലും പ്രയാസങ്ങളും നമ്മളെ രക്ഷിക്കുന്ന, നമുക്കാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാന് ഭക്തനായിരുന്നു. അമൃതാനന്ദമയി ദൈവം എന്ന് വിശ്വസിക്കുകയും ആ അമൃതാനന്ദമയെ ഞാൻ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അനേക വർഷങ്ങൾ അമൃതാനന്ദമയി ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ കാലഘട്ടത്തില് ഞാനൊരു പ്ലെയിൻ യാത്രയിൽ ചിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് ചിക്കാഗോയ്ക്ക് പ്ലെയിനിൽ വരുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യശ്രീ എങ്ങനെ ദൈവമാകാൻ കഴിയും? ഹല്ലേലൂയ. അന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ പ്ലെയിനിൽ ഇരുന്നു കൊണ്ട് കർത്താവായ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. എനിക്ക് ആകാശത്ത് വെച്ച് രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആകാശത്ത് വെച്ച് കർത്താവായ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു. ഹല്ലേലൂയ. ഈ പ്ലെയിൻ ഭൂമിയിൽ ലാൻഡ് ചെയ്ത് ഞാൻ ചിക്കാഗോയിൽ ഈ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ ആ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ ശരീരത്തിൽ നിന്ന് ഈ അന്ധകാര ശക്തികള്, ഇതിന്റെ ഒത്തിരി സ്മോക്കിംഗ് സ്പിരിറ്റ്, മദ്യപാനത്തിന്റെ സ്പിരിറ്റ്, വിഗ്രഹാരാധനയുടെ സ്പിരിറ്റ്, ബന്ധനങ്ങള്, ശുദ്ധരം, മന്ത്രം, കൂടോത്രം, ഇങ്ങനെ എല്ലാ ബന്ധനങ്ങൾ, ഈ സ്പിരിറ്റ് എല്ലാം എന്റെ ശരീരത്തിൽ നിന്ന് ഓടോ ചാടി ഇറങ്ങാൻ തുടങ്ങി. എല്ലാം വിട്ടുമാറാൻ തുടങ്ങി. യേശു ക്രിസ്തു, ഹല്ലേലൂയ. ഒരുവനിൽ യേശു ക്രിസ്തു ഉരുവായി കഴിഞ്ഞാൽ ഒരു അന്ധകാര ശക്തിക്കും അവന്റെ മേൽ അധികാരമില്ല. ഒരുവൻ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവൻ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മേൽ പിന്നെ ദുഷ്ടപിശാചിന് അധികാരമില്ല, ബന്ധനത്തിന് അധികാരമില്ല, പൈശാച ശക്തികൾ അധികാരമില്ല, ഒരു സ്പിരിറ്റിനും നമ്മുടെ മേൽ അധികാരമില്ല. കാരണം അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ യേശുവിന്റെ വകയാണ്. അവന് വേണ്ടി യേശു ക്രിസ്തു തന്റെ അവസാനത്തുള്ളി രക്തം വരെ ചീന്തി അവന് വേണ്ടി അവന്റെ പാപങ്ങളെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലേറ്റി. ഹല്ലേലൂയ. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിലേന്തിയതാണ്. ആ യേശു, ഹല്ലേലൂയ, ആ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പിന്നെ ബന്ധനത്തിനോ പൂർണ്ണ ദുഷ്ടശക്തികൾക്കോ അധികാരമില്ല. എന്നിലെ സകല ദുഷ്ടശക്തികളും എന്നെ വിട്ടുമാറാൻ തുടങ്ങി. അതെ, ഞാൻ യേശുവിന്റെ വകയായി തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, അറിയാമായിരുന്നെങ്കിലും യേശു ക്രിസ്തു എല്ലാ ദൈവങ്ങളെ പോലെ ഒരു ദൈവം എന്നല്ലാതെ, കൃഷ്ണനും ദൈവ, ശിവനും ദൈവ, അമൃതാനന്ദമേ ദൈവ, അള്ളാഹുവും ദൈവ, എല്ലാം ദൈവ, യേശു ക്രിസ്തു ദൈവ. ഇതായിരുന്നു നമുക്കറിയാവുന്ന യേശു ക്രിസ്തു. നമുക്ക് യേശു ക്രിസ്തു ഒരു യേശു ക്രിസ്തു മാത്രം ദൈവമാണെന്നും യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളെന്നും നമുക്കറിയത്തില്ല. നമ്മൾ കാര്യസാധ്യതയ്ക്ക് വേണ്ടി എല്ലാവരുടെ അടുത്ത് പോകും. ഇഷ്ടം പോലെ ഇന്നും പോകുന്നവരുണ്ട്, പുറം ലോകം അറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. എന്നെ ദൈവാത്മാവ് ബൈബിള് വായിക്കാൻ പ്രേരിപ്പിച്ചു. എന്റെ ബൈബിളില്ല. ഞാൻ എന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, എനിക്കൊരു ബൈബിള് വേണമെന്ന് പറഞ്ഞു. ആ ബൈബിള് എനിക്ക് ബൈബിള് കിട്ടി, പക്ഷെ വായിക്കാൻ നേരമില്ല, എനിക്ക് ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ ആ ബൈബിള് കയ്യിലെടുത്തിട്ട് ജോലിക്ക് പോയി. ഞാൻ വിചാരിച്ചു എനിക്ക് ലഞ്ച് ബ്രേക്ക് ജോലിക്ക് കിട്ടുമ്പോൾ ഞാൻ ഈ ബൈബിള് വായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ജോലിയിൽ ബൈബിള് കൊണ്ടുപോയി. പക്ഷെ ജോലിയിൽ ബൈബിള് എന്റെ ആൾക്കാർ എന്റെ ഈ ബൈബിള് കണ്ടപ്പോ എല്ലാരും കളിയാക്കാൻ തുടങ്ങി. പാസ്റ്റർ വരുന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ഒരു കയ്യിൽ ബൈബിൾ എടുക്കും, ഒരു കയ്യിൽ ലഞ്ച് ബോക്സ് എടുത്ത് ജോലിക്ക് പോകും. ഞാൻ അവിടെ ലഞ്ച് ബ്രേക്ക് കിട്ടും. ആ ലഞ്ച് ബ്രേക്കിൽ ബൈബിൾ നോക്കാം, ഈ ബൈബിൾ എന്താന്ന് വായിച്ചു നോക്കാം, എന്താ ബൈബിൾ എന്ന്. അങ്ങനെ ഞാൻ ജോലിയിൽ ബൈബിൾ കൊണ്ടുപോകാൻ തുടങ്ങി. എന്റെ ലഞ്ച് ബ്രേക്കിൽ ബൈബിൾ തുറക്കുമ്പോൾ കാണുന്നവരെല്ലാം എന്നെ കളിയാക്കും. ആണ്ട പാസ്റ്റർ ഇരിക്കുന്നു, എന്നെ കാണുമ്പോൾ പാസ്റ്റർ വരുന്നേ എന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കും, എല്ലാരും ചിരിക്കാൻ തുടങ്ങും, എല്ലാരും പരിഹസിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോവുക, ബൈബിൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ ലഞ്ച് ബോക്സ് എടുത്ത് ജോലിക്ക് പോവുക. ഞാൻ ജോലിയിലേക്ക്
ചെന്ന് കയറിയപ്പോ എല്ലാവരും ബിഷപ്പ് വരുന്നേ എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്നെ പാസ്റ്ററാക്കും, പിറ്റേ ദിവസം എന്നെ ബിഷപ്പാക്കും. പിന്നെ ഇവരെല്ലാം കാണുമ്പോഴെല്ലാം കളിയാക്കാൻ എന്നെ കാണുമ്പോഴെല്ലാം. എന്നിട്ട് ഇവര് പറയൂ, ഇവൻ ഒത്തിരി രാജ്യങ്ങൾ യാത്ര ചെയ്യും, ഇവൻ വലിയ പ്രീച്ചറായിട്ട് മാറും, ഇവൻ വലിയ പാസ്റ്ററായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവരെന്നെ കളിയാക്കോ, പ്രീച്ചർ കമ്മിങ്, പാസ്റ്റർ കമ്മിങ്, ഓ ബിഷപ്പ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണുമ്പോഴെല്ലാം ഓരോ പേരുകൾ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. ഇവരെല്ലാം ചിരിക്കുമായിരുന്നു. ഇവർക്കൊരു തമാശയായിരുന്നു എന്നും എന്നെ പരിഹസിക്കുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും ബാത്റൂമിൽ പോയി കരഞ്ഞ അവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ എന്നെ പരിഹസിക്കുന്നു, എന്നെ ഇങ്ങനെ കളിയാക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഞാൻ ബൈബിളിൽ പിടിച്ചുകൊണ്ട് നോക്കാറുണ്ട്, എന്താണ് ഈ ബൈബിളിനകത്ത്, ഇത് കയ്യിൽ പിടിച്ചപ്പോ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ ബുക്കിനകത്ത് എന്താണ്, എന്തെങ്കിലും കാണുമല്ലോ, ഇങ്ങനെ ജനം പരിഹസിക്കുന്ന എന്താണ്, ഇങ്ങനെ കളിയാക്കുന്നത്, ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലം മുന്നോട്ട് പോയി അവർ എന്തൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയോ അത് മുഴുവൻ എന്റെ ജീവിതത്തിൽ നിറവേറി. ഹല്ലേലൂയ. അവരെന്തൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ചോ അതെല്ലാം എന്റെ ജീവിതത്തിൽ നിറവേറി. ഹല്ലേലൂയ. അവര് പാസ്റ്റർ വരുന്നേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. പക്ഷെ നോക്കുക, ഇന്ന് ഞാൻ അസംബ്ലീസ് ബോർഡിന്റെ പാസ്റ്ററാക്കി കർത്താവ് എന്നെ മാറ്റി. ഹല്ലേലൂയ. അവര് പറഞ്ഞ് ഹല്ലേലൂയ, പ്രീച്ചർ വരുന്നേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഇന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും അനേക ഭാഷകളിൽ പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവം എന്നോട് കരുണ കാണിച്ചു. അവർ ഹല്ലേലൂയ. ഇവര് പറഞ്ഞു ഹല്ലേലൂയ, ഇവൻ അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു. ചുമ്മാ തമാശ പറഞ്ഞതാ. ഹല്ലേലൂയ. 115 രാജ്യങ്ങളിൽ ഇതുവരെ യാത്ര ചെയ്യുവാൻ 115ാമത്തെ രാജ്യമായി മെക്സിക്കോയിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ കളിയാക്കി പറഞ്ഞവരുടെ എല്ലാം മുമ്പിൽ ദൈവം എന്നെ അവർ പറഞ്ഞത് മുഴുവൻ അതുപോലെ എന്റെ ജീവിതത്തിൽ നിറവേറി. അത് മുഴുവൻ ഒരു പ്രവചനമാക്കി എനിക്കിത് ആയിത്തീരുവാൻ ഇടയായി തീർന്നു. എന്നാൽ എന്നെ പ്രിയപ്പെട്ടവര്, ഇവരാരും പറഞ്ഞില്ല ഇവനൊരു കോടീശ്വരനാകുമെന്ന്. ഇവരാരും എന്നെ കളിയാക്കിയില്ല ഇവനൊരു കോടീശ്വരനാകുന്നു. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ കോടീശ്വരനായിട്ടില്ല. ഹല്ലേലൂയ. ഇവർക്ക് ആർക്കെങ്കിലും എന്നെ കളിയാക്കാതെ ഇവനൊരു കോടീശ്വരനാകുമെന്ന് ഇവരാരും പറഞ്ഞെന്നെ കളിയാക്കിയില്ല. അതുകൊണ്ട് ഇന്ന് വരെ ഞാനൊരു കോടീശ്വരനായിട്ടില്ല. ഹല്ലേലൂയ. അതിനകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ കോടീശ്വരനാക്കിയാൽ, നമ്മളെ പണക്കാരനാക്കിയാൽ നമ്മൾ ചിലപ്പോ ഇന്നിവിടെ കാണത്തില്ല. ഒരുപക്ഷെ ഇന്ന് ഞാൻ ഇതിന്റെ മുമ്പിൽ കാണത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആർക്ക് എപ്പോൾ എന്തു കൊടുക്കണം എന്ന്. ഹല്ലേലൂയ. ദൈവം എല്ലാം അറിയുന്നു. ദൈവത്തിന് എല്ലാം അറിയാം. അതിനനുസരിച്ച് ദൈവം കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് വലിയ കോടീശ്വരനാകാനൊന്നും ആരും കടന്ന് കഷ്ടപ്പെടരുത്. ആരും ഒത്തിരി കടന്ന് ഓടരുത്. ഉള്ളതൂടെ പോകും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. ദൈവത്തിന് അറിയാം ഇവൻ എത്ര കൊടുത്താൽ ഇവൻ നിൽക്കും. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ കോടീശ്വരനാക്കുക എന്നുള്ളതല്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കാൻ നമ്മൾ സ്വർഗത്തിൽ ചെല്ലണമെന്നാണ്. ഹല്ലേലൂയ. അതിനാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്, നമ്മളെ കോടീശ്വരനാക്കാനല്ല. നമുക്ക് 10 മുറിയുടെ വീട് തന്നു, നമുക്ക് വില കൂടിയ കാറ് തന്നു, നമുക്ക് അത് തന്നു, ഇത് തന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് നമ്മളെ വീണ്ടെടുക്കാനാണ്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഹല്ലേലൂയ. നമ്മളെ കോടീശ്വരനാക്കാനല്ല. ഈ കോടീശ്വരനാക്കുന്ന സുവിശേഷത്തിന്റെ പുറകെ ആരും പോകരുത്, ആരും ഓടരുത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കളിപ്പിരിച്ചെന്ന് വീടരുത്. ഇത് വെറും ചതിയാണ്, ഇത് വെറും വഞ്ചനയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പാപികളായ നമ്മളെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. മറ്റുള്ളതിന്റെ പുറകെ പ്രിയപ്പെട്ടവരെ ആരും പോകരുത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അതെ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇനിയിപ്പം പ്രയാസമൊന്നുമില്ല, ഇനി കഷ്ടതയൊന്നുമില്ല, ഇനി ഭയങ്കര സുഖമാന്നൊക്കെ നമ്മൾ വിശ്വാസം വരുമ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ പുതിയ വിശ്വാസത്തിലേക്ക് വന്ന് പെട്ടെന്ന് എന്റെ ഭാര്യയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ. ഹല്ലേലൂയ. എന്റെ ഭാര്യയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ. ഞാൻ പുതിയ വിശ്വാസിയാണ്. എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. നിപ്പിൽ പച്ച മരം മുഴുവൻ ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. അന്ന് $100,000 നിപ്പിൽ ചിക്കാഗോയിൽ എന്റെ $100,000 എനിക്ക് നഷ്ടമായി. അന്ന് കേരളത്തിൽ 25 ലക്ഷം രൂപ. അന്നത്തെ 25 ലക്ഷം എന്ന് പറഞ്ഞ് ഇന്നത്തെ എത്ര കോടിയെന്ന് അറിയത്തില്ല. അതെല്ലാം പല ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മുഴുവൻ നഷ്ടമായി. 25 ലക്ഷം രൂപ കേസിലായി.
കോർട്ട് കേസ് പോലീസ് മൊത്തം കുരുക്കുകൾ. എന്റെ മുഴുവൻ നഷ്ടമായി. എന്റെ ഭാര്യ മരിക്കാറായ ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരുവാണ് സ്കൂളിൽ നിന്ന്. എന്റെ മോൻ പഠിക്കത്തില്ല, അവൻ മുഴുവൻ 0. ഞാൻ എന്നെ സ്കൂളിലേക്ക് വിളിച്ച് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എന്റെ മോൻ അവിടെ നിൽക്കൊണ്ട് 8-9 വയസ്സുണ്ടെന്നവര്. കാരണം നിന്റെ മോൻ എല്ലാത്തിനും വട്ടപ്പൂച്ച. എന്റെ ഭാര്യ മരിക്കാറായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്റെ റബ്ബർ തോട്ടം ഉണങ്ങിപ്പോയി. എന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ നഷ്ടത്തിൽ പോയി. എന്നെ എല്ലാരും കളിപ്പിച്ചു. മൊത്തം കേസ്. എന്റെ ഭാര്യ മരിക്കാറായി കിടക്കുകയും ചെയ്തു. എല്ലാം എന്റെ ഇല്ലാതായി. ആകെ എന്റെ ഉള്ളത് ഇനി $17,000 എനിക്ക് മിച്ചമുണ്ട്. ബാക്കി എല്ലാം പോയി. ഞാൻ ഒരു ദിവസം ജോലിക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ വരിക. ആ $17,000 ആരോ കള്ളയൊപ്പിട്ട് ബാങ്കിൽ നിന്ന് അടിച്ചിട്ട് പോയി. അമ്മാമ, കള്ളനാണേലും മനസാക്ഷി വേണം. എന്തുമാത്രം കോടിക്കോടിക്ക് ഡോളർ അവിടെ കിടപ്പുണ്ട്. അവന്റെയൊക്കെ ആരുടെങ്കിലും അവന് കൊണ്ടുപോകരുതോ? അവൻ എന്റെ തന്നെ വേണമായിരുന്നു. മനസാക്ഷി കള്ളന്മാര്. എടാ, നീ കട്ടോ, എനിക്ക് വിരോധമില്ല, പക്ഷെ ഉള്ളവന്റെ കട്ടോണ്ട് പോകും. ഒരു നിവൃത്തിയില്ലാത്ത, ഒരു ഗതിയും പരഗതിയില്ലാത്ത എന്റെ ആ $17,000 അവരെ എന്റെ കള്ളവിട്ട് ബാങ്കിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി. ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല, വട്ടപ്പൂച്ച. ഞാൻ വിചാരിച്ച് ഞാൻ ചത്തുപോയെന്ന്. അമ്മ, കേൾക്കാൻ നല്ല സുഖമല്ലേ? ഒന്ന് അനുഭവിച്ചു നോക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഇത് കേൾക്കാൻ നല്ല സുഖമാ. ഒന്ന് അനുഭവിച്ചു നോക്കണം. ഞാൻ വിചാരിച്ച് നിപ്പ് ഞാൻ ചത്തുപോയെന്ന്. എനിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല. നടന്ന് എനിക്ക് സൂപ്പർവൈസർ ഓഫീസിൽ പോകണം, എനിക്ക് ഓഫ് എടുക്കണം, എനിക്ക് ബാങ്കിൽ പോയി പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കണം. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്റെ ശരീരം മുഴുവൻ നിശ്ചലമായി. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോയി, ഞാൻ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ പാസ്റ്റർ അല്ല, ഞാനൊരു ബ്രദറാ. ബ്രദർ ബാബു എന്ന മനുഷ്യൻ ഉണങ്ങിയ മരമായി. ഉണങ്ങി കരിഞ്ഞ് ഒരു കുറ്റിയായി ഞാൻ. എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ എനിക്ക് പോയി. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്റെ ഭാര്യ മരിക്കാർക്കായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എനിക്ക് എന്റെ ഭാര്യയോട് പോയി പറയാവൂ, ഇത് എനിക്ക് ഡിപ്രഷൻ, മുഴുവൻ നഷ്ടം, മുഴുവൻ കഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ എന്ന മനുഷ്യൻ, ഞാൻ എന്ന വൃക്ഷം ഉണങ്ങി അത് കരിഞ്ഞൊരു കുറ്റി പോലെയായി. എല്ലാരും പറഞ്ഞു, ബ്രദർ ബാബു നോ മോർ. എല്ലാരും വിധി എഴുതി, ബ്രദർ ബാബു നോ മോർ. ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. വീണ്ടും പരിശുദ്ധാത്മാവെന്ന മഞ്ഞും മഴയും എന്റെ മേൽ വീഴാൻ തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന മഞ്ഞും മഴയും എന്റെ മേൽ വീഴാൻ തുടങ്ങി. ഉണങ്ങി കരിഞ്ഞ് കുറ്റിയായി നിന്ന ബാബു ജോസഫ് എന്ന, ഹല്ലേലൂയ, ഉണങ്ങി കരിഞ്ഞ മരത്തിന്റെ കുറ്റി വീണ്ടും പൊട്ടിത്തളിർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വീണ്ടും അത് പൊട്ടിത്തളിർത്ത്, ഹല്ലേലൂയ, അത് വളരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് വളർന്നു വീണ്ടും അത്, ഹല്ലേലൂയ, ഒരു വൃക്ഷമായി, വീണ്ടും അത് വളർന്ന് വൃക്ഷമായി തീരുവാൻ എന്റെ ദൈവം സഹായിച്ചു. വീണ്ടും ഉണങ്ങി നിന്ന കുറ്റിയായിരുന്ന എന്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവെന്ന മഞ്ഞും മഴയും വീഴാൻ തുടങ്ങി. മരിച്ചു പോയെന്ന് വിധി എഴുതിയ എന്റെ ഭാര്യ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു. ജോലിക്ക് പോകാൻ പറ്റത്തിൽ നിന്ന് വിധി എഴുതിയ എന്റെ ഭാര്യ ജോലിക്ക് മടങ്ങിപ്പോയി. ഒരു വെറും നേഴ്സായിരുന്ന എന്റെ ഭാര്യ 3-4 പ്രൊമോഷൻ കിട്ടി, സൂപ്പർവൈസറായി, പല നല്ല പൊസിഷൻ കിട്ടി. നല്ല പൊസിഷനിൽ നിന്ന് റിട്ടയർഡ് ആകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, മറ്റെന്ത് കഴിച്ചാലും ദഹിക്കത്തില്ല എന്ന് വിധി എഴുതിയിടത്ത് ഇഷ്ടം പോലെ ഭക്ഷണം
ഭക്ഷണം കഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്റെ വൈഫിന് ഞാൻ വിചാരിക്കുന്നു ഉള്ളില് ഡോക്ടർ മുറിച്ചു കളഞ്ഞതൊക്കെ ദൈവം ഫിക്സ് ചെയ്ത് കാണും. എന്ത് കഴിച്ചാലും എന്ത് ദഹിച്ചോളും, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ, എല്ലാം നോർമലാകാൻ തുടങ്ങി. എന്റെ നഷ്ടമായതൊക്കെ സ്വർഗത്തിലെ ദൈവം എനിക്ക് മടക്കി തന്നു. എന്റെ മോന് എല്ലാത്തിനും 0 ആയിരുന്നു. അവന് കണക്കിന് ഡബിൾ 0 ആയിരുന്നു, മാത്തമാറ്റിക്സിന് ഡബിൾ 0 ആയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഏത് വിഷയത്തിൽ അവനെ കൂടുതൽ തകർത്താൻ പിശാച് ആഗ്രഹിച്ചോ അതേ വിഷയത്തിൽ ദൈവം ഉയർത്തി. ഇന്ന് അവൻ ചെയ്യുന്ന ജോലി അക്കൗണ്ടന്റാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്കില് ഡബിൾ 0 ആയിരുന്നു, എന്നാൽ അക്കൗണ്ടന്റായിട്ട് ഇന്ന് ജോലി ചെയ്യുന്നു. അത് എവിടെ ദുഷ്ടൻ നിന്നെ തകർക്കുവാൻ ആഗ്രഹിച്ചോ അവിടെ തന്നെ ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതെ, ബാലസിംഹങ്ങളും ഇറകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടത നമുക്കില്ലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും വിചാരിക്കുന്ന നോക്കി ചിന്തിച്ചോണം. 1ാം ക്ലാസ്സുകാരന് MA കാരന്റെ ടെസ്റ്റ് കൊടുക്കത്തില്ല. MA കാരന് 1ാം ക്ലാസ്സുകാരന്റെ ടെസ്റ്റ് കൊടുക്കത്തില്ല. 1ാം ക്ലാസ്സുകാരൻ MA കാരന്റെ ടെസ്റ്റ് കൊടുക്കത്തില്ല. 1ാം ക്ലാസ്സുകാരൻ 1ാം ക്ലാസ്സിന്റെ ടെസ്റ്റാ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ടെസ്റ്റ് ഉണ്ടെങ്കിലേ ടെസ്റ്റമോണി ഉള്ളൂ. ഹല്ലേലൂയ. അമ്മാവ ശുശ്രൂഷ എങ്ങനെയാ? ടെസ്റ്റും അങ്ങനെയാ. ചെറിയ ശുശ്രൂഷയാണെങ്കിൽ ചെറിയ ടെസ്റ്റാ, വലിയ ശുശ്രൂഷയാണെങ്കിൽ വലിയ ടെസ്റ്റാ. ഹല്ലേലൂയ. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു, യാത്രകൾ തുടങ്ങി. 115 രാജ്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ത്യയുടെ തന്നെ 20 22 സ്റ്റേറ്റുകൾ. ഹല്ലേലൂയ. യാത്രകൾ പോകുന്നിടത്തൊക്കെ കർത്താവ് ആത്മാക്കളെ തന്നു. പോകുന്നിടത്തൊക്കെ അനേകർ സ്നാനപ്പെടാൻ തുടങ്ങി. പോകുന്നിടത്തൊക്കെ പുതിയ പുതിയ ചർച്ചകൾ, സഭകൾ ഉടലെടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ രോഗികൾ സൗഖ്യമാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ വലിയ രോഗശാന്തി പ്രാപ്തനൊന്നും അല്ല, എങ്കിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാറുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, അത് കർത്താവിന് വേണ്ടി നമ്മൾ നിന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി വിശ്വസ്തരായിട്ട് നിന്നാൽ കർത്താവ് നമ്മോട് കൂടെ വിശ്വസ്തരായിട്ട് നിൽക്കും. അതെ, ഹല്ലേലൂയ. ഈ കഷ്ടതയുടെ കടന്നുപോയി, പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്തിന് കടത്തിവിടുന്നറിയാവോ? ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പൊ ക്യാൻസർ എന്താണെന്ന് അറിയാം. ഒരു നഷ്ടം വന്നവന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പൊ നഷ്ടം എന്താണെന്ന് അറിയാം. ഒരു കഷ്ടത്തിൽ കൂടെ പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഈ കഷ്ടം എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ. നമ്മളെ പോലീസിലും പട്ടാളത്തിലും എടുത്തിട്ട് ചുമ്മാ അങ്ങോട്ട് തോക്ക് കൊടുത്തിട്ട് വെടിവെക്കാൻ പറയുമോ? അവരെ ട്രെയിൻ ചെയ്യും. എങ്ങനെ പോലെ തോക്ക് പിടിക്കണം, എങ്ങനെ ഉന്നം വെക്കണം, എവിടെ വെക്കണം, ഇതെല്ലാം നമ്മളെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളെ ഫീൽഡിലേക്ക് വിടുന്നത്, പോലീസും പട്ടാളത്തിലൊക്കെ. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആർമിയിൽ നമ്മളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമ്മെ ട്രെയിൻ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ട്രെയിൻ ചെയ്യും, നമ്മളെ പഠിപ്പിക്കും. കഷ്ടത എന്താണ്, ഹല്ലേലൂയ, പ്രയാസം എന്താണ്, ഇതെല്ലാം കർത്താവ് നമ്മളെ ഒന്ന് പഠിപ്പിച്ച് ഹല്ലേലൂയ നമ്മളെയൊക്കെ അതിലൊക്കെ ഒന്ന് ആക്കി എടുത്ത് നമ്മെ പുറത്തു കൊണ്ടുവരും. എന്തിനാണെന്നറിയാവോ? അവരൊരു ആയുധമായിട്ട് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഹല്ലേലൂയ. ഒരു പഴങ്കഥ ഉണ്ടല്ലോ, വെയിലത്ത് വാടിയാൽ തീയിൽ എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെയിലത്ത് വാടത്തില്ല. അതെ, തീയിൽ കുരുത്തിത കർത്താവ് നമ്മളെ പുറത്ത് കൊണ്ടുവരും. എന്താണെന്നറിയാമോ? വലിയ വലിയ വെയിലൊക്കെ കൊള്ളാനുള്ളതാ, വാടി പോകരുത്. ഹല്ലേലൂയ. വലിയ പ്രതികൂലങ്ങൾ വന്നാൽ ചെറുതൊക്കെ നമ്മൾ ഊതി അങ്ങ് വിടും. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ പദ്ധതി, അതാണ് കർത്താവ് തരുന്ന ട്രെയിനിങ്. പ്രിയപ്പെട്ടവര്, എവിടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റമോണി ഉള്ളൂ. ഹല്ലേലൂയ. അവിടുത്തെ ബ്രസീല്, അർജന്റീന, ഉറുഗ്വേ, പനാമ, ക്യൂബ, മെക്സിക്കോ, ഇതെല്ലാം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങള്. പിന്നെ സൗത്ത് ആഫ്രിക്ക, കെനിയ, നൈജീരിയ, എത്യോപ്യ, ടൻസാനിയ, ആഫ്രിക്കൻ രാജ്യങ്ങള്. ഇനി നേപ്പാള്, ഭൂട്ടാന്, കൊറിയ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്. മതിയോ? കൊറിയ പോൾ യോഗിച്ച ചർച്ചിൽ പോയാൽ ദൈവം ഭാഗ്യം തന്നു. ആ ചർച്ചിനകത്തെ അത്ഭുതം ഞാൻ കണ്ടത്, എത്ര 50,000 പേരെ മറ്റോ ഒരു ആരാധനയ്ക്ക് കടന്നു വരും. അവരിറങ്ങിയിട്ട് അടുത്ത ഷിഫ്റ്റ് 50,000 പേര് കയറുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാ ഈ ഇറക്കവും കയറ്റം എന്നുള്ള വലിയ അത്ഭുതം ഞാൻ കണ്ടു. അവിടെ പോലീസും ഇല്ല, പട്ടാളവും ഇല്ലാതെ എങ്ങനെ ഇത്രയും പേര് ഇറങ്ങുന്നു, അത്രയും പേര് കയറുന്നു, ഒരു വലിയ അത്ഭുതമായിരുന്നു. എന്റെ കൊറിയ യാത്ര തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ കൊറിയയിൽ പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്ലെയിനെ കയറാനായിട്ട് ബോർഡിംഗ് പാസ് തന്നു. പക്ഷെ ബോർഡിങ് തുടങ്ങിയപ്പോ ഈ ടിക്കറ്റ് ഏജന്റ് എന്റെ അടുത്തോട്ട് വന്നിട്ട് എന്റെ ബോർഡിംഗ് പാസ് തിരിച്ചു മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്ലെയിനെ പോകാൻ പറ്റത്തില്ലെന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞ, അയ്യോ അതെന്താ ബോർഡിംഗ് പാസ്? അത് നിങ്ങൾക്ക് ഇതിനെ പറ്റില്ല, നിങ്ങൾ എന്നെ അടുത്ത പ്ലെയിനെ നിങ്ങളെ വിടാമെന്ന്. എന്നെ പ്രിയപ്പെട്ടവര്, ഈ പ്ലെയിനെ തന്നെ എനിക്ക് പോയാലേ അവിടെ പകല് ചെന്ന് ഈ പ്ലെയിൻ അവിടെ അറൈവ് ചെയ്യുന്നത് പകലാ. പക്ഷെ അടുത്ത പ്ലെയിൻ ഞാൻ പോയ രാത്രി പാതിരാക്കാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ അവിടെ പാതിരാക്കി ഇറങ്ങി, നമ്മള് പരിചയമില്ലാത്ത ഒരു രാജ്യത്ത് ഇരുട്ടത്ത് ചെന്ന് ഇറങ്ങിയാൽ നമ്മളെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് പിക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ എനിക്ക് പുതിയ പരിചയമൊന്നുമില്ല. ഈ വരുന്ന വ്യക്തി നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, ഇത് വല്ലോ കിഡ്നാപ്പുകാർ, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. പകലാണെങ്കിൽ വെട്ടം വെളിച്ചു കൊണ്ടല്ലോ എന്നനുസരിച്ച് ഈ പ്ലെയിനിൽ നമ്മൾ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ഈ പ്ലെയിനിൽ നിന്ന് ഇടാതെ അവർ നമ്മുടെ ബോർഡിംഗ് പാസ് തിരിച്ച് മേടിച്ചു. എന്നിട്ട് അവർ അടുത്ത മറ്റേ രണ്ടാമത്തെ പ്ലെയിനിൽ ബുക്ക് ചെയ്തു. അത് പാതിരായ്ക്ക് അവിടെ എത്തുന്നത്. എനിക്ക് ആകെ പ്രയാസം. ദൈവം അറിയാൻ മേലാത്ത ഒരു രാജ്യത്ത് യാതൊരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല, ഒരു മലയാളി ഇല്ലാത്തടത്ത് ചെന്നിട്ട് ഈ പാതിരായ്ക്ക് ചാടിയാൽ നമുക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ, എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വെട്ടവും വെളിച്ചു കൊണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പ്രിയപ്പെട്ട ഒരു ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണം. നമ്മൾ പാതിരായ്ക്ക് ചെന്ന് ലാൻഡ് ചെയ്തു കൊറിയയിൽ. ഞാനിങ്ങനെ ഇരിക്കുക. ഈ പറഞ്ഞ വ്യക്തി ഞാൻ മറ്റേ പ്ലെയിന് വരും എന്നൊക്കെ പറഞ്ഞ എന്നെ വന്ന് പിക്കാൻ ഇരുന്നയാള് ഞാൻ ഈ പ്ലെയിനാ വരുന്നതൊന്നും അറിയുന്നില്ല. നീ എന്ത് ഇനി നേരം വെളുപ്പിക്കാമോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ എന്റെ അടുത്ത് ഈ ലുക്ക് ലൈക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ, യു ഓൾസോ ലുക്ക് ലൈക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. അദ്ദേഹം ശ്രീലങ്കക്കാരനായിരുന്നു. അദ്ദേഹം ശ്രീലങ്കക്കാരൻ അവിടെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വന്നിരിക്കുക. അപ്പൊ എന്നോട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു നിങ്ങളെ ആര് കൊണ്ടുപോകും? എനിക്കൊന്നും അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ എയർപോർട്ടിൽ വെച്ച് എനിക്ക് കൊറിയയുടെ സെൽഫോൺ തരുക. ആ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ കീ തരുക. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന വീട് ഫ്രീ ആയിട്ട്, എല്ലാ സൗകര്യങ്ങളും ആ വീടിനകത്ത്. അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വരുക യൂണിവേഴ്സിറ്റിയുടെ. അതേ വണ്ടിയിൽ ഞങ്ങളെ കയറ്റുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ, യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന കൊറിയയിലെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും കറങ്ങി വന്ന് കയറാൻ വീടിന്റെ കീ തരുന്നു. കൊറിയയിൽ ഉപയോഗിക്കുന്ന സെൽഫോൺ തരുന്നു. അത് തന്നെയല്ല, അനേകം മിഷണറീസിനെ അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹം എല്ലാ വർഷവും പോകുന്നു, അദ്ദേഹത്തിന് പരിചയമുണ്ട്. അനേകം മിഷണറീസിനെ, ചർച്ചുകാരെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി മീറ്റിങ്ങിന് വഴി തുറക്കുന്ന കണക്ഷൻ ഒരുക്കുന്നു ഇദ്ദേഹം. ആ പ്ലെയിൻ മിസ്സായത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച പ്ലെയിനിൽ ഇത് കിട്ടുമോ? ദൈവം ആ പ്ലെയിനിൽ വിടാതെ അടുത്ത പ്ലെയിനെ കയറ്റി ഒരു ദൂതനെ പോലെ ഈ പുള്ളി അവിടെ നിർത്തിയിരിക്കുക. ഇതേ പ്ലെയിനിൽ അദ്ദേഹം വന്നിരിക്കുക. ഈ ശ്രീലങ്കക്കാരൻ പ്രൊഫസർ, അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറാണ്. എല്ലാ വർഷവും കൊറിയ വരും. ഇന്ന് ഈ പ്ലെയിനിൽ അദ്ദേഹം വന്നു, എന്റെ അടുത്തോട്ട് വന്ന് പരിചയപ്പെട്ടു. അത് ആ കൊറിയ മുഴുവൻ കൊണ്ടുപോകും, നടക്കുവാനും കാണുവാനും, കൊറിയ മുഴുവൻ വചന ശുശ്രൂഷിപ്പാനും. അത് മാത്രമല്ല, നോർത്ത് കൊറിയൻ ബോർഡർ വരെ പോകാൻ ഇടയായി തീർന്നു. ഒരു പ്ലെയിൻ ദൈവം അത് ഓരോ രാജ്യത്തും ഓരോ രീതിയാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതി. നമുക്ക് പല രാജ്യത്തും വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകുന്നത്. എല്ലായിടത്തും ഒരു മലയാളി ഭാഷയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് വിളിക്കാം. ഇത് മലയാളി അല്ലാത്ത നമ്മൾ ആഫ്രിക്കയിൽ ചെന്ന് ചാടി, നമ്മൾ ഉറുഗ്വയിൽ ചെന്ന് ചാടി, നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യത്ത് നിന്ന് ചാടി കഴിയുമ്പോൾ നമുക്ക് ആരുമില്ല. നമ്മൾ വിശ്വാസത്താല. ഞാൻ റഷ്യയിൽ പോയി വിശ്വാസത്താല. ആരും എനിക്ക് സകല രാജ്യത്ത്, ഞാൻ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് പിന്നെ ആരെങ്കിലും ഉണ്ട്. ഞാൻ ബോംബെ വന്നാൽ അമ്മാമയുണ്ട്. പക്ഷെ പോകുന്നിടത്തൊന്നും ആരും എനിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെ പോയാലും കർത്താവ് എനിക്ക്. അവിടെ കമ്മ്യൂണിറ്റി, അവിടെ നമ്മൾക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിനൊന്നും വിരോധമില്ല. പക്ഷെ ഔട്ട്ഡോർ ആകരുന്നുള്ള, ഇൻഡോർ ആയിരിക്കണം. നമുക്ക് ബിൽഡിങ്ങിനകത്ത് ചർച്ച ആകാം, ബിൽഡിങ്ങിനകത്ത് പ്രസംഗിക്കാം. അവിടെ ഗവൺമെന്റിന് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ഔട്ട്ഡോർ ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രശ്നമുള്ളത് ചൈന, നോർത്ത് കൊറിയ, വിയറ്റ്നാം, ഇതൊക്കെയാണ് പ്രശ്നമുള്ളത്. നമ്മൾ അകത്ത് പ്രസംഗിച്ചാലും പ്രശ്നം, പുറത്ത് പ്രസംഗിച്ചാലും. വിയറ്റ്നാമിൽ ചെന്നു, എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പാസ്റ്റർ എന്നെ ക്ഷണിച്ചത്. ഞാൻ അവിടെ ചെന്നിറങ്ങി. ഞാൻ മുൻപരിചയമില്ല, പിൻപരിചയം എനിക്കില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം, ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ പേര് പിടിച്ചുകൊണ്ട്, ഇന്ത്യൻ പാസ്റ്റർ എന്ന് പറഞ്ഞിങ്ങനെ പേര് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട്. ഞാൻ ഞാനിങ്ങനെ കൈ കൊടുത്തു. ഞാൻ ഇന്ത്യൻ പാസ്റ്റർ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവരെല്ലാവർക്കും ഈ ബ്രോക്കൺ ഇംഗ്ലീഷ്, ഇച്ചിരി വലിയ ഇംഗ്ലീഷ് അറിയത്തില്ല. അദ്ദേഹം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അതിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളില്ല. പക്ഷെ ആ മീറ്റിംഗ് എല്ലാം സീക്രട്ട് മീറ്റിംഗ് ആണ്, പുറത്തറിയാൻ പാടില്ല.
ഇന്നൊക്കെ ഇച്ചിരൂടെയൊക്കെ വ്യത്യാസം വന്നെന്നാ കേട്ടത്. അന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ, വലിയ പ്രയാസമുള്ള കാലഘട്ടം, എല്ലാം രഹസ്യമായിട്ടാണ്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. കാരണം അവിടെ വിസിറ്റേഴ്സ് ഇല്ല, അവിടെ അങ്ങനെ മീറ്റിങ്ങുകൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാൻ ചെന്നു, എനിക്ക് അവരുടെ ഭാഷ അറിയത്തില്ല. അപ്പൊ അവരൊരു ട്രാൻസ്ലേറ്ററെ ക്രമീകരിച്ചു. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന്, അത് രക്ഷിക്കപ്പെട്ട കൊച്ചൊന്നുമല്ല, ജസ്റ്റ് ഇംഗ്ലീഷ് അറിയാന്ന് മാത്രം. അപ്പൊ ആ പെങ്കൊച്ചിനെ കൊണ്ട് എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു, മോളെ നീ ഇതിനു മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ പിന്നെ എന്തോ ഇവർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അമ്മാമ്മ ഒരു സത്യം മനസ്സിലാക്കണം, ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി, ഈ കൊച്ചു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവളുടെ ആയുസ്സിൽ അന്ന് വരെ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, അവൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഈ 115 രാജ്യങ്ങളില് എനിക്കൊന്ന് 70-75 രാജ്യങ്ങളിലെങ്കിലും ട്രാൻസ്ലേഷനോടുകൂടി ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. 2 ലാംഗ്വേജിലും 3 ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് നടന്നിട്ടുള്ള രാജ്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവള് ഈ വിയറ്റ്നാമിൽ നടന്ന ട്രാൻസ്ലേഷൻ, ഈ ആദ്യം ജീവിതത്തിൽ ചെയ്ത ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഞാനല്ല പ്രസംഗിച്ചത്, ആ പെങ്കൊച്ച. ദൈവാത്മാവ് അവളിലേക്ക് വന്നു. ഞാൻ ആ കൊച്ചിനെ നോക്കുക, യോ ഞാനാണോ പ്രസംഗിക്കുന്നത്, ഇവളാണോ പ്രസംഗിക്കുന്നത്? അവളങ്ങ് തീ പോലെയായി. ഞാൻ പ്രസംഗിക്കുന്ന പറഞ്ഞിട്ട് എന്നെക്കാളുണ്ട് അവളായിട്ട് അവള് തീ വർദ്ധിക്കും. ദൈവത്തിന്റെ വലിയ അത്ഭുതം അവിടെ കൺമുമ്പിൽ എനിക്ക് കാണാൻ സാധിച്ചു. ദൈവാത്മാവ് അവളുടെ മേലേക്ക് വന്നു. ഞാൻ പോയിടത്തൊക്കെ അവൾ കൂടെ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരുപാട് മീറ്റിങ്ങുകൾ ദൈവ കൃപയാൽ എനിക്ക് വിയറ്റ്നാമിൽ ചെയ്യാൻ സഹായിച്ചു. പലരോട് ഞാൻ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. ഈ ചർച്ചുകളൊക്കെ ആത്മാക്കളെ കൊണ്ട് നിറയും, ഇവിടെ പുതിയ പുതിയ ചർച്ചുകൾ പണിയപ്പെടും. ഇതെല്ലാം ഞാൻ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. അതൊക്കെ അതുപോലെ സംഭവിച്ചു. ഞാൻ കാലുകുത്തിയ ചർച്ചൊക്കെ ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞു. അനേക പുതിയ ചർച്ചുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. കാരണം പിന്നീട് ഇമെയിലിൽ ഫോണൊക്കെ വരാറുണ്ട്. അപ്പോൾ പറയും, പാസ്റ്റർ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു. സത്യത്തിൽ ഞാൻ പ്രവാചകനൊന്നും അല്ല, ഞാൻ പ്രവാചക ശിഷ്യനും അല്ല. ഞാൻ വിശ്വാസത്താൽ അങ്ങ് പ്രഖ്യാപിക്കും. നാവിന്മേൽ അധികാരം, അത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നമ്മളൊന്നുമല്ല. അങ്ങനെ ദൈവം വലിയ അത്ഭുതം ചെയ്തു. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അയക്കുന്നിടത്തൊക്കെ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എനിക്കൊന്ന് നേപ്പാളിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയുടെ അത്ര ഒന്നും ബുദ്ധിമുട്ട് നേപ്പാളിൽ ഇല്ല. സത്യത്തിൽ യുപിയിലെ ബീഹാറിലൊക്കെ അതിൽ കൂടുതൽ ബുദ്ധിമുട്ട്. നേപ്പാളിലാണെങ്കിലും ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടു. പ്രവർത്തനങ്ങളും ഓർഫനേജുകളും ഒക്കെ ഉണ്ട്. അവിടെയും വലിയ പരസ്യയോഗമൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും പരസ്യയോഗം ധാരാളം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബീഹാറിൽ അതിനേക്കാൾ പ്രശ്നമുണ്ട്, യുപിയിൽ അധികം പ്രശ്നമുണ്ട്. അത്രയും നേപ്പാളിൽ ഇല്ല. എന്നാൽ അവിടെ പല ശുശ്രൂഷകളും ദൈവം വീടുകളിൽ ഹൗസ് മീറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. പല മീറ്റിങ്ങുകൾ എനിക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചു. എനിക്ക് അവിടെ വലിയ പ്രതികൂലമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ കിഡ്നാപ്പ് ചെയ്ത ഒരു സ്ഥലം സൗത്ത് ആഫ്രിക്കയിലെ ഞാൻ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി, ഇമിഗ്രേഷൻ കഴിഞ്ഞു, എല്ലായിടത്തും ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് മാസ്റ്റർ വരും. അപ്പൊ ആ കാർ നോക്കി ഞാൻ പുറത്തേക്കുമ്പോൾ ഒരു പോലീസ് എന്റെ അടുത്ത് വന്നു. പോലീസ് എന്റെ അടുത്ത് വന്നിട്ട് പാസ്പോർട്ട് തരാൻ പറഞ്ഞു. അപ്പൊ പോലീസ് എന്നെ ചോദിക്കാൻ ഞാൻ പാസ്പോർട്ട് കൈ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഫോളോ ചെയ്യാൻ പറഞ്ഞു, ഫോളോ മീ. അപ്പൊ എനിക്ക് ഫോളോ ചെയ്യിക്കാൻ പറ്റത്തില്ല, കാരണം പാസ്പോർട്ട് അവന്റെ ഇരിക്കുക. ഇവൻ പോലീസ് യൂണിഫോം ഇവനങ്ങ് നടന്ന് പോ, ഞാൻ പുറകെ നടക്കുക. ഞാൻ പറഞ്ഞു ഗോയിങ് മാൻ. ഇങ്ങനെ പോയി വലിയ ബിൽഡിങ്ങിന് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കിഡ്നാപ്പ് ചെയ്തത്. ഞാൻ അവിടെ ചെന്ന് ഇവരെന്റെ അടുത്തിട്ട് ചോദിക്കാൻ തുടങ്ങി, നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ പാസ്റ്ററാണ്. പാസ്റ്റർ എന്തിനാ വരുന്നത് നിനക്ക് അറിയത്തില്ലേ? അപ്പൊ മോൻ പറഞ്ഞു, നിന്റെ എത്ര പൈസ ഉണ്ട്? ഞാൻ പറഞ്ഞു, എന്റെ ഒന്നുമില്ല, എന്റെ ബൈബിളാ. രണ്ട് ഷർട്ടും ഉണ്ട്, ഒരു വെനിയനും ഉണ്ട്, ഒരു ബൈബിളും ഉണ്ട്. ഓക്കെ, ഗീവ് മീ സം മണി. ഞാൻ എന്താ, നീ എനിക്കാ മണി തരണം, ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പാസ്റ്ററാ, നിന്റെ രാജ്യത്ത് നീ എനിക്കാ തരേണ്ടത്. അപ്പൊ ദൈവം ഒരു ധൈര്യം നമുക്ക് തന്നു വന്നേരം. നമ്മൾ പേടിച്ചു പോയി. അപ്പൊ അവനോട് പറഞ്ഞു, നിന്നെ പിക്ക് ചെയ്യാൻ വരുന്നൊരു പൈസ മേടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിക്ക് ചെയ്യാൻ വരുന്നത് നിന്നെക്കാളും തരുതരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ലാത്തവരാ വരുന്നത്, നിന്നെ എന്തെങ്കിലും ഇവിടെ ആരും ഒന്നുമില്ല. ഇപ്പൊ സത്യത്തിൽ പോലീസോ അല്ല ഒന്നുമില്ല, പോലീസോന്റെ യൂണിഫോം ഇട്ടിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുക. അവിടുന്ന് ദൈവം രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് ഇച്ചിരി ധൈര്യം തന്നെ കർത്താവ് പിടിച്ചേക്കാൻ. നമ്മൾ പേടിച്ചു പോയി. അതുപോലെ മെക്സിക്കോയിലും നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മളെ ഫോളോ ചെയ്യും. ഇവർ പല പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്യാൻ നമ്മളെ പുറകെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ചു.
അവരുടെ എന്ത് പിടി പോകാതെ. പിന്നെ അമ്മാവേ, നമുക്കൊക്കെ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തന്നിരിക്കുന്ന സമയമുണ്ട്, ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയം തീരുമ്പോ പൊക്കോ, എന്താ വേണം ചെയ്തോ, നമ്മൾ പൊക്കോളാം, നമ്മള് റെഡിയാ. എനിക്ക് യാതൊരു സങ്കടവുമില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിലും 2 പേരെ മെക്സിക്കോ കൃപയാൽ സ്നാനപ്പെടുത്താൻ ദൈവം ഭാഗ്യം തന്നു. അനേകരെ എല്ലാ പക്ഷവും അനേകരെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് എപ്പം ദൈവം ആര് വെടിവെച്ചാലും എനിക്ക് സങ്കടമില്ല. ഹല്ലേലൂയ. ആര് എങ്ങനെ കുത്തിക്കൊന്നാലും എനിക്ക് സങ്കടമില്ല. ഈ ആയുസ് കൊണ്ട് എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യണമെന്നും കർത്താവിന് വേണ്ടി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരണം. അത് നിറവേറണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ കേരളത്തിൽ ജനിച്ചത് കോട്ടയത്ത് കുമരകം എന്ന് പറയും ജ്ഞാനായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ജ്ഞാനായക്കാരനാണ് ഞാൻ. പക്ഷെ ഞാനൊരു ഗീവറിസ്റ്റ് പുണ്യാള ഭക്തനായിരുന്നു. ആലപ്പുഴയിൽ ചാക്കോട്ടപ്പാലത്തിനടുത്ത് ഒരു ഗീവറിസ്റ്റ് പുണ്യാള സേവയുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ അടുത്ത് നിത്യ സന്ദർശനായിരുന്നു ഞാൻ. അവന് ഗീവറിസ്റ്റ് പുണ്യാളന്റെ സേവയാ. പക്ഷെ അന്ന് നമുക്ക് നോക്കുമ്പോൾ ഗീവറിസ്റ്റ് പുണ്യാളനാ. അപ്പൊ രക്ഷിക്കപ്പെട്ട് ശേഷം മനസ്സിലായത് ഇത് പുണ്യോളനാണോ എന്താ സാധനവും നമുക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് അന്നും അറിയത്തില്ല. അപ്പൊ അദ്ദേഹം അവിടെ നടക്കുന്നത് മുഴുവൻ ശുദ്രങ്ങളും മന്ത്രങ്ങളും കൂടോത്രങ്ങളാണ്. അനേക ക്രിസ്ത്യാനികൾ ഇങ്ങനെ പോകാറുണ്ട് ഇതിന്റെ പുറകെ. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാക്കോട്ടപ്പാലത്തിന്റെ അടിയിൽ പോയവര് കാണും, പോകാൻ പോകുന്നവര് കാണും. ആലപ്പുഴയിൽ ചാക്കോട്ടപ്പാലത്തിന്റെ വലതുവശത്താണ് വീട് ഇരിക്കുന്നത്. അവരുടെ ഗീവറിസ്റ്റ് പുണ്യാളന്റെ സേവയാ. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ ആ ശക്തി അദ്ദേഹത്തിന്റെ മകനിലുണ്ടെന്നാണ് എന്റെ അറിവ്. പക്ഷെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൈശാചിക ശക്തിയാണ്. ശുദ്ധരങ്ങളും മന്ത്രങ്ങളും കൂടോത്രങ്ങളും പിശാചിനെ സേവിച്ചുകൊണ്ട് മനുഷ്യൻ കാര്യസാധ്യതയ്ക്ക് വേണ്ടി, ഈ കാര്യസാധ്യത എന്ന് പറയുമ്പോൾ അമ്മാവക്കറിയോ, ഈ ചേച്ചിയുടെ മോന് എങ്ങാനും ഡോക്ടർ അഡ്മിഷൻ കിട്ടിയാൽ ചേട്ടന് പെങ്ങൾക്ക് കട കിട്ടിയാൽ ആങ്ങളെ ഒട്ടും സൂചിക്കുകയല്ല. അങ്ങനെ അമ്മാവ കേട്ടിട്ടുണ്ടോ? നീ ആങ്ങളുടെ മോന് MBBS ഡോക്ടറായെങ്കിൽ പെങ്ങൾക്ക് പിടിക്കത്തില്ല. അയ്യോ, പിന്നെ എങ്ങനെ വെക്കാം? അതിന് ആൾക്കാർ ചെല്ലുന്ന ഇങ്ങനെ ഈ പുണ്യാള സേവന്മാരുടെ അടുത്ത ഇവർ ഓടി ചെല്ലുമ്പോ ഇതിനാകുമ്പോ കേസില്ലല്ലോ, പ്രൂഫില്ല. ഇവരെല്ലാം ചാക്കോട്ടപ്പാലത്തിന്റെ അടിയിലൂടെ ചെന്നാൽ മതി. ഇല്ലെങ്കിൽ ഇരിക്കുന്ന ഒത്തിരി ഐറ്റംസ് പലയിടത്തും ഉണ്ട്. ഇവരെല്ലാം ശാശൂഷണം വെച്ച് ഉണ്ടാക്കി കൊടുക്കും. നമുക്കറിയാലോ, മോശയിട്ട വടിയും പാമ്പായില്ലേ? മോശ ചെയ്ത അത്ഭുതങ്ങളൊക്കെ പറവന്റെ മന്ത്രവാദികളും ചെയ്തില്ലേ? അപ്പൊ പിശാചിനും പലതും ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇതിന്റെയൊക്കെ മുകളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ്. അത് കഴിഞ്ഞാണ് അമൃതാനന്ദമയ ഭക്തനായി മാറിയത്. അപ്പൊ ഇതെല്ലാം അവ കാര്യസാധ്യതയ്ക്ക് പോകുന്നതാണ്. ഈ ഭക്തി മുഴുവനും ഇന്നും ലോകത്ത് ഒത്തിരി പേരുണ്ട്. ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ഇവരുടെ ഭക്തരൊക്കെ പുറം ലോകം അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കാര്യസാധ്യതയാണ്. മനുഷ്യന് 100 ആവശ്യങ്ങൾ മുന്നിൽ വരും. ഈ ആവശ്യങ്ങളുടെ മുഖത്ത് നഷ്ടം വരരുത്. ബിസിനസ്സുകാരന് നഷ്ടം വരരുത്, സിനിമാക്കാരന് നഷ്ടം വരരുത്, രാഷ്ട്രീയക്കാർക്ക് നഷ്ടം വരരുത്. കേസിൽ കുടുങ്ങിയാൽ കേസിൽ നിന്ന് പുറത്തു വരണം. ഇതെല്ലാം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഈ പോകുന്നത്. ഈ പോകുന്നവർക്കൊക്കെ ഒരു പരിധി വരെ കാര്യങ്ങൾ നടത്തി സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയല്ല ഈ പ്രസ്ഥാനമൊക്കെ വളരുന്നത്. ഇതെല്ലാം കാര്യസാധ്യതയാണ്. എന്നാൽ യേശു എന്ന സത്യം മനസ്സിലാക്കണം. ആ യേശു കാര്യസാധ്യതക്കാരനാ ദൈവമല്ല. യേശു കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമൊന്നുമല്ല. യേശു എന്താണ്? ആ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കാര്യവും സാധിക്കും, സ്വർഗത്തിൽ പോകും. അതാണ് ഒന്ന് വെച്ചാൽ ഒരു വെടിക്ക് 2 പക്ഷി, അല്ലെങ്കിൽ ഒന്ന് വെച്ചാൽ 2 എന്ന് പറഞ്ഞ പോലെ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടെന്നോ? രക്ഷപ്പെട്ടു. ഈ ചാക്കോട്ടപ്പാലത്തിന്റെ അടിയിൽ നിന്നും ഈ മറ്റേ ഭക്തി ഞാൻ പല പേരുകളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് യൂട്യൂബിലൊക്കെ ഒരു പലരും കാണുന്നതല്ലേ. ഇതിന്റെ ഒക്കെ പുറകെ മനുഷ്യൻ കുടുങ്ങി ചതിയിൽപ്പെട്ട് ഇതെല്ലാം കുരുങ്ങി കിടക്കുകയാണ്. ഒരുപാട് പേരുണ്ട് ഈ സത്യം ഗ്രഹിക്കത്തില്ല. യേശു എന്ന സത്യം ഗ്രഹിക്കുന്നില്ല. യേശു ഈ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ട യേശു ക്രിസ്തു, അതേ മാനവരാശി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷാൽ ദൈവം മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നു. എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്നു 3 നാടിയുമേൽ തറക്കപ്പെട്ടു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്നു. ലോകത്തിലെ സകല ദൈവങ്ങളും അങ്ങോട്ട് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു ഇങ്ങോട്ട് തന്നു.
വേറെ ഒരു ദൈവവും തന്നിട്ടില്ലത്. There's so many God around the world, but Jesus is the only one, Almighty God. യേശു മാത്രമാണ് സത്യദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ യേശുവിനെ ആര് സ്വീകരിച്ചിട്ടുണ്ടോ അവരെ യേശു കൈവിട്ടിട്ടില്ല. അതാണ് ബൈബിൾ തരുന്ന പ്രോമിസ്. I will never forget you. I will never forget you. അതാണ് കർത്താവ് നമുക്ക് തരുന്ന ആ പ്രോമിസ്, കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്. I will never forget you. അവൻ ഒരിക്കലും നമ്മളെ മറക്കത്തില്ല, അവൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അവനോട് പറ്റിയിരുന്നാൽ അവൻ നമ്മോട് പറ്റിയിരിക്കും. നമ്മുടെ സകല ആവശ്യത്തിനും കർത്താവ് മതിയായവനാണ്. അവനെ നമ്മൾ എത്രയധികം വിശ്വസിക്കുന്നു അത്രയും കൂടുതൽ അവൻ നമ്മോട് പറ്റിയിരിക്കും. അതുപോലെ ദൈവം ഈ ഭൂലോകത്തല്ല പരലോകത്തല്ല എങ്ങുമില്ല. സാക്ഷാൽ യേശു ക്രിസ്തു മാത്രം സത്യദൈവം. അവനിൽ മാത്രം വിശ്വസിക്കുക, അവനിൽ മാത്രം ആശ്രയിക്കുക, അവനെ രക്ഷിതാവായി സ്വീകരിക്കുക. എങ്ങനെയാ യേശു രക്ഷിതാവായി സ്വീകരിക്കുന്നത്? നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാഗൊണ്ട് ഏറ്റുപറയണം, കർത്താവേ ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. പിന്നെ പറ, കർത്താവ് യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നീ വാ തുറന്ന് പറയണം, അത് യേശുവിനെ കേൾക്കണം. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ ഞാൻ നിന്നെ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു, നീ ദൈവം ഞാൻ വിശ്വസിക്കുന്നു, നീ പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടും, നീ ആ ലിസ്റ്റിലാകും. പിന്നെ കർത്താവിന്റെ ആത്മാവ് നിന്നെ, നമ്മൾ പറയാറില്ലേ, അയ്യോ അത് അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ഇത് പിശാച് നമ്മുടെ അവകാശം പറഞ്ഞു വരുമെന്ന് നമുക്ക് പറഞ്ഞു കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയോ മുഴുകുകയോ, അയ്യോ അതൊന്നും എടുക്കാൻ പോലും പിശാച് അവകാശം പറയും. നമ്മൾ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ യേശുവും പുറകെ പരിശുദ്ധമാവും അവകാശം പറഞ്ഞു വരും. പരിശുദ്ധന്മാവ് അവകാശം പറഞ്ഞു വരുന്നു. ഒരു പ്രാവശ്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എവിടെ പോയാലും നിന്റെ പുറകെ പരിശുദ്ധാത്മാവ് അവകാശം പറഞ്ഞു വരും. നീ വാ കൊണ്ടേറ്റ് പറഞ്ഞതല്ലേ, നീ വാ കൊണ്ടേറ്റ് പറഞ്ഞതല്ലേ, നിന്റെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടിരിക്കും. നീ എന്ത് പാപം ചെയ്താലും അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് നിനക്ക് ബോധം വരുത്തും. പാപത്തെ കുറിച്ച് ഹല്ലേലൂയ ബോധം വരുത്തും, ഹല്ലേലൂയ നീതിയെ കുറിച്ച് ബോധം വരുത്തും. അതെ, ആ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് മുമ്പ് നിനക്ക് ബോധം വരുത്തും. മോനെ ഇത് പാപമാണ്, ചെയ്യരുത്. അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ആ കർത്താവ് നമ്മുടെ രക്ഷകൻ, ആ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തെ അവന് വേണ്ടി സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വരുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹം വരും. ഹല്ലേലൂയ. നമ്മൾ രൂത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, രൂത്ത് പറഞ്ഞു, അല്ലെ നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. നവോമിയോട് പറഞ്ഞു, ഇതാണ് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് പുറപ്പെടുകയാണ് രൂത്ത് ഇസ്രായേലിലേക്ക്. അവക്കൊന്നും അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്, അവക്കൊന്നും അറിയത്തില്ല ഞാൻ എന്ത് ജോലി ചെയ്യും, ഞാൻ ഏത് വീട്ടിൽ താമസിക്കും, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഇതൊന്നും അവർക്കറിയത്തില്ല. പക്ഷെ അവർക്ക് ഒന്നറിയാം, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേലിലേക്ക് യാത്രയാകുകയാണ്. പക്ഷെ അവള് ചെന്ന് എവിടെയാണ്? അവള് ബോബസിന്റെ വയലിലെ ചെല്ലുന്നത്. ഒത്തിരി വയലുണ്ടായിരുന്നു, പക്ഷെ എങ്ങും പോയില്ല. ദൈവം കരുതിയ ഒരു വയൽ അവൾക്കുണ്ടായിരുന്നു. അതേ വയലിൽ അവള് ചെന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാരും വെള്ളം കുടിക്കുന്നുണ്ട്. ഈ പാവപ്പെട്ടവർക്ക് വെള്ളം കുടിക്കാനില്ല. ഉടനെ ബോബസ് അവിടെ നോക്കി, ഇവർക്ക് വെള്ളമില്ലേ? ഉടനെ ബോബസ് പറഞ്ഞു, വെള്ളം കോരി അവിടെ വെച്ചിട്ടുണ്ട്, പോയി കുടിച്ചോ. ദൈവം നമുക്ക് വേണ്ടി വെള്ളം കരുതി. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് വന്ന് എല്ലാരും ഭക്ഷണം കഴിക്കുക. രൂത്തിന് ഭക്ഷണമില്ല, ഹോംലെസ്സാ, ഒന്നുമില്ല. ബോബസ് നോക്കി, ഭക്ഷണം നിനക്കില്ലേ, ആഹാരം നിനക്കില്ലേ, കം ടു മൈ ഓഫീസ്. ഒന്ന് ബോബസ് അവൾക്ക് ആഹാരം കൊടുത്തു. അതിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവള് വയറ് നിറച്ച് ഭക്ഷിച്ചെന്നാണ്. ദൈവം അവൾക്ക് വേണ്ടി ഭക്ഷണം കരുതി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവള് കൊച്ചു പെണ്ണല്ലേ, വിധവയല്ലേ, സുന്ദരിയായിരിക്കും. ആൾക്കാർ ബോധർ ചെയ്യാൻ തുടങ്ങി, ചെറുപ്പക്കാര് പിള്ളേർ ഇവിടെ ബോധർ ചെയ്യാൻ തുടങ്ങി. വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബോബസ് അവിടുത്തെ ഈ ഓണർ ചെയ്തിട്ട് ബോബസ് ചെയ്തിട്ട് ചെറുപ്പക്കാർ പറഞ്ഞ് ഇവിടെ ബോധർ ചെയ്യരുതെന്ന്, ഇവളെ ബോധർ ചെയ്യരുതേ, അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ദൈവം കരുതി. അതിന്റെ അർത്ഥം ചെറുപ്പക്കാരി പിള്ളേർ അവിടെ കാണും ഇവിടെ ബോധർ ചെയ്യുന്നവര്. ഇവിടെ ഒറ്റ സിംഗിളല്ലേ, കണ്ടാലും സുന്ദരിയായിരിക്കും, കൊച്ചു പെണ്ണല്ലേ. പക്ഷെ ബോബസിന് മനസ്സിലായി. അവൻ അവരോട് പറഞ്ഞു, ആരും ഇവിടെ തുടരരുത്, ആരും ഇവിടെ ഉദ്ധരിക്കരുത്. ദൈവം അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കരുതി. പിന്നെ ഒരു ദിവസം ഈ ബോബസ് ഈ അമേരിക്കയിലൊക്കെ റിങ്ങാ, നമുക്ക് ഇന്ത്യയിലൊക്കെ വേറെയാന്ന് തോന്നുന്നു, ഒരു റിങ്ങുമായിട്ട് വന്നിട്ട്, കെൻ ഐ മാരി യു, ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന്. ഹല്ലേലൂയ. ഏത് വയലിൽ അവൾ ഇറങ്ങിയോ, അവൾ ഏത് വയലിൽ പെറുക്കാൻ ഇറങ്ങിയോ, അതേ വയലിന്റെ ഉടമസ്ഥയായി രൂത്ത് മാറി. അത് മാത്രമല്ല, പിന്നെ അവൾക്ക് പിള്ളേരുണ്ടായി.
പിന്നെ അവർക്ക് കൊച്ചുമക്കളുണ്ടായി. ഒരു കൊച്ചുമോന്റെ പേര് എന്നാന്നറിയാവോ? ഡേവിഡ്. ദാവീദ് ആരാ? ഇസ്രായേലിന്റെ രാജാവ്. ഹല്ലേലൂയ. ദാവീദിന്റെ മോൻ ശലോമോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. ശലോമോന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. അവന്റെ മോൻ ആരാ? അത് ഇസ്രായേലിന്റെ രാജാവ്. അവന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. അവന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. മോൻ രാജാവ്. ഒരു പരമ്പര ഇസ്രായേലിന്റെ രാജാവ്. പിന്നെ അവസാനം ഒരു സിംഹം വന്നു. യഹൂദാ ഗോത്രത്തിന്റെ ഒരു സിംഹം, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവമേ. ദൈവം അനുഗ്രഹിക്കുമ്പോൾ അമ്മമ്മേ മാത്രമല്ല, the whole generation will be blessed. ദൈവം അനുഗ്രഹിക്കുന്ന ഒരാളെ അല്ല, ജനറേഷൻ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. രൂത്തിന്റെ ജനറേഷൻ മുഴുവൻ ഇസ്രായേൽ പിതാക്കന്മാരായി. ഒന്നുമില്ലായിരുന്നു. അതാണ് ദൈവം തരുന്ന അനുഗ്രഹം. നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് മാത്രമല്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൾ ജനറേഷൻ. നമ്മുടെ ജനറേഷൻ മുഴുവൻ വരുന്നത്. അതെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. വീണ്ടും അവസരം കിട്ടിയാലും വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് ആ കർത്താവിലേക്ക് കടക്കാം. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ആ കർത്താവിനെ നമ്മുടെ കർത്താവും ദൈവമായിട്ട് അവൻ ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. അതേ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവം കേട്ടെ. താങ്ക് യു അമ്മാമേ. ഗോഡ് ബ്ലസ് യു. ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂറായി. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവേ, നിന്റെ വചനപ്രകാരം ഞങ്ങൾ സംസാരിച്ചെന്നും പറഞ്ഞതെല്ലാം സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. ഇത് എഡിറ്റ് ചെയ്ത് ഇത് യൂട്യൂബിൽ ഇടുമ്പോൾ കർത്താവേ, കാണുന്ന ജീവിതങ്ങൾക്ക് വിടുതലായി തീരണമേ. അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടണമേ. അനേകര് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീരണമേ. ഇത് വേണ്ടവണ്ണം എഡിറ്റ് ചെയ്യാനും അത് വേണ്ടവണ്ണം കർത്താവ് യൂട്യൂബ് ഇടാനൊക്കെ കൃപ ഈ ദാസയ്ക്കും കുടുംബത്തിന് നീ കൊടുത്തുകൊള്ളെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇത് അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയാകണമേ. അനേകർ ഇത് വാച്ച് ചെയ്യണമേ. അനേക ജാതികൾ, അനേക ഭാഷക്കാർ, ഗോത്രക്കാർ യേശുവിനെ കണ്ടെത്തുവാൻ ഇടയായി തീരണമേ. സർവശക്തനായ കർത്താവ് യേശുവിനെ കണ്ടെത്തുവാൻ ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ പ്രസ്താവിച്ച സാക്ഷ്യത്തെ യേശു ക്രിസ്തുവിന്റെ രക്തമുദ്രയോട് ഞാൻ സൂക്ഷിക്കുന്നു കർത്താവേ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് സാക്ഷ്യത്തെ ഞാൻ പൊതിയുന്നു കർത്താവേ. ഇത് അനേകർക്ക് വിടുതലായി തീരട്ടെ കർത്താവേ. ഈ മനുഷ്യനെ നടത്തുന്ന ദൈവദാസിക്കായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം കർത്താവേ. കരങ്ങളെടുത്ത് ശക്തമായി നീ ഉപയോഗിക്കണമേ. ദുഷ്ടൻ തൊടാതെ നീ കാക്കണമേ. ഞങ്ങൾ ഈ ദാസിയെയും കുടുംബത്തെയും യേശുവിന്റെ രക്തം മുദ്രയിടുന്നു കർത്താവേ. ഈ ദാസിയെ ചെയ്യുന്ന പ്രവർത്തനത്തെ മിശ്രയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ടിവിയിലൂടെ കർത്താവേ, മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന വ്യക്തികളെ ഞങ്ങൾ യേശുവിന്റെ രക്തം മുദ്രയിട്ട് അവകാശം പറഞ്ഞു കർത്താവേ. ഇത് കൈമാറി അനേകർ കേൾക്കുവാൻ ഇടയാകണമേ. അനേകർക്ക് വിടുതലാകണമേ. അനേകർ യേശുവിനെ സ്വീകരിക്കണമേ. അനേകർ അന്ധവിശ്വാസം വിട്ട് പുറത്തു വരണമേ. കർത്താവ് യേശുവിന്റെ നാമം മഹത്വം എടുക്കണമേ. അടിയനും എന്റെ തലമുറകൾക്കും ഇത് നീതിയായി കാണിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.